ഹരേ കൃഷ്ണ. രാമായണത്തിലെ ഉത്തരകാണ്ഡമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ശ്രീരാമചന്ദ്രൻ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ച ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ശ്രീരാമചന്ദ്രൻ അശ്വമേധം നടത്തുന്നു എന്നറിഞ്ഞ് സന്തോഷിച്ച ബ്രഹ്മാവ് വിശ്വകർമാവിനെ വിളിച്ചു പറഞ്ഞു, ശ്രീരാമന് യജ്ഞശാല നിർമ്മിക്കുക. അതനുസരിച്ച് വിശ്വകർമാവ് അയോധ്യയിലെത്തി. ഭരതലക്ഷ്മണന്മാർ രണ്ടുപേരും കൂടി വിശ്വകർമാവിനെ സ്വീകരിച്ചു. വിവിധ രത്നങ്ങൾ ഉപഹാരമായി നൽകി. 2 അക്ഷൗണി പടയാളികളെ ഭണ്ഡാരത്തിൽ നിന്നും ധനം എടുത്തുകൊണ്ടുവന്ന് യജ്ഞശാല പണിയാനായി നിയോഗിച്ചു. കാവിരത്നം, പ്രവാളം തുടങ്ങി ധാരാളം ദ്രവ്യങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകി. 4 യോജന വിസ്താരമുള്ള കുണ്ടത്തിന് 6 യോജന വിസ്താരമുള്ള യജ്ഞശാല പണിതു. തിലം തുടങ്ങിയ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ 3 കോടി മുറികളാണ് പണിഞ്ഞത്. യജ്ഞത്തിനെത്തുന്നവർക്ക് താമസിക്കാനുള്ള സ്വർണ്ണഹർമ്മ്യങ്ങൾ, നാട്യശാലകൾ ഇവയെല്ലാം ഒരുക്കി. യജ്ഞത്തിനെത്തുന്നവർക്ക് താമസിക്കാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ അവിടെ നിർവഹിക്കപ്പെട്ടു. യജ്ഞശാല കാണാൻ ഇന്ദ്രാദിദേവന്മാരും പൃഥ്വിയിലെ രാജാക്കന്മാരും ഒന്നടങ്കം എത്തിച്ചേർന്നു. 80 യോജന നീളം വരുന്ന രാജവീതിയുടെ ഇരുവശങ്ങളുമായി വരുന്നവർക്കെല്ലാവർക്കും സുഖമായി താമസിക്കാനുള്ള ഭവനങ്ങൾ നിറഞ്ഞ ഒരു പുരി തന്നെ രൂപം കൊണ്ടു. 1 മാസം കൊണ്ട് നിർമ്മാണം കഴിഞ്ഞു. വിശ്വകർമാവ് സ്വന്തം പുരിയിലേക്ക് മടങ്ങിപ്പോയി. ഇന്ദ്രൻ, യമൻ, വരുണൻ എന്നിവർ ഹോതാക്കളായി. യാഗാഗ്നിയായി അഗ്നിഭഗവാൻ സ്വയം വന്നു ചേർന്നു. ജമദഗ്നി, പരാശരൻ, ഭാർഗവൻ, സാവർണി, കശ്യപൻ, ഭരദ്വാജൻ, ദുർവാസാവ്, ആസ്തികൻ, ഗൗതമൻ, മത്സ്യകർണൻ, പർവ്വതൻ, ദക്ഷൻ, ഐഷികൻ, കുശധ്വജൻ, വിഷ്ണുപാദൻ, ച്യവനൻ, സനാതനൻ, സനകൻ, ശാണ്ഡില്യൻ, ഗർഗൻ, കപിലൻ, ജൈമിനി, ദധീചി, ശരഭംഗൻ, ചിത്രവിക്രമൻ, കൗശികൻ, മാതാംഗൻ, വിഭണ്ഡകൻ, ഋഷ്യശൃംഗൻ, ശതാനന്ദൻ തുടങ്ങി ലോകത്തിൽ എത്രയെത്ര മുനിമാരുണ്ടോ അവരെല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നു. ആദികവിയായ വാൽമീകിയും എത്തിച്ചേർന്നു. യാഗശാലയിൽ വേദധ്വനി ഉയർന്നു. രാമൻ യജ്ഞം ചെയ്യുവാനിരുന്നു. രാമപത്നിയുടെ സ്ഥാനത്ത് ആരിയ്ക്കും? അതുകൊണ്ട് ആചാര്യന്മാരുടെ നിർദ്ദേശാനുസരണം സ്വർണ്ണനിർമ്മിതമായ സീതയെ ഇരുത്തി. രാമൻ്റെ വനവാസകാലത്തെ മിത്രങ്ങളുടെ വരവായി. സുഗ്രീവൻ, അംഗദൻ, മഹേന്ദ്രൻ, ദേവേന്ദ്രൻ, ശരഭൻ, കുമുദൻ, ജാംബവാൻ, നളൻ, നീലൻ, ഹനുമാൻ തുടങ്ങിയ കവിശ്രേഷ്ഠന്മാർ എല്ലാവരും തന്നെ എത്തിച്ചേർന്നു. അശ്വമേധത്തിന് സാഗരങ്ങൾക്കപ്പുറത്തുള്ളവരെയും ക്ഷണിച്ചിരുന്നു. 3 കോടി ബന്ധുക്കളുമൊത്താണ് ലങ്കയിൽ നിന്ന് വിഭീഷണൻ വന്നത്. ദേശാന്തരങ്ങളിൽ നിന്ന് ക്ഷണിതാക്കളെത്തി. മിഥിലയിൽ നിന്ന് ജനകൻ, രാഢദേശത്ത് നിന്ന് ശ്വാലൻ, നേപ്പാളിൽ നിന്ന് ദുർജയൻ, ഗിരിരാജ്യത്തിൽ നിന്ന് ധുരന്ധരൻ, അംഗത്തിൽ നിന്ന് ലോമപാദൻ എന്നിവരും വന്നു ചേർന്നു. മേഹാർ, സീതഗിരി, വിജയനഗരം, കലിംഗം, കർണാടകം തുടങ്ങിയ ദേശങ്ങളിലെ രാജാക്കന്മാർ സൈന്യങ്ങളുമൊത്താണ് വന്നത്. 2.5 കോടി രാജാക്കന്മാർ അയോധ്യയിലെത്തി. അവരെല്ലാവരും രാമൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ദേശാന്തരികളായ അവധൂതന്മാരും സന്യാസിമാരും ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷന്മാരും വിദ്യാധരന്മാരും എത്തിയതോടെ ഭൂമിയും സ്വർഗവും പാതാളവും ഒന്നിച്ച് ഒരിടത്ത് ഒത്തുകൂടിയതുപോലെയായി. മധുരയിൽ നിന്ന് ശത്രുഘ്നൻ വന്നു. മുൻപന്തിയിൽ നിന്ന് യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. വസിഷ്ഠനും സുമന്ത്രരും ഒരുക്കങ്ങൾ പരിശോധിച്ചു. യവം, നെല്ല്, ഉണക്കലരി, ഗോതമ്പ്, പാൽ, തൈര്, നെയ്യ്, തേൻ, എള്ള്, ശ്രീഫലവൃക്ഷത്തിൻ്റെ വിറക് തുടങ്ങിയവയെല്ലാം മല പോലെ കൊണ്ടുവന്നു കൂട്ടി. ശത്രുഘ്നൻ്റെ 2 അക്ഷൗണിപ്പട യജ്ഞദ്രവ്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രം
ഏർപ്പെട്ടു. നൃത്തഗീത മംഗളധ്വനികൾ, മംഗളവാദ്യങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് യജ്ഞശാല ഉണർന്നു. ഈ വിധമാണ് കൃത്തിവാസ രാമായണത്തിൽ രാമൻ്റെ അശ്വമേധയാഗത്തിൻ്റെ ഒരുക്കങ്ങൾ വിവരിച്ചിരിക്കുന്നത്. കുതിരപ്പട്ടണത്തിൽ നിന്ന് കറുത്ത നിറവും വെളുത്ത കുളമ്പുമുള്ള കുതിര വന്നു. വെഞ്ചാമരം പോലുള്ള വാലും നെറ്റിച്ചാമരങ്ങളുമുള്ള കുതിരയെ അലങ്കരിച്ച് നെറ്റിയിൽ ജയപത്രമെഴുതി തൂക്കി. കുതിരയെ ജൈത്രയാത്രയ്ക്ക് അയച്ചു. അശ്വരക്ഷണത്തിന് ശത്രുഘ്നനെ നിയോഗിച്ചു. ഈ കുതിര തിരിച്ചു വന്നു വേണം യജ്ഞം പൂർണ്ണമാക്കാൻ. അശ്വരക്ഷണത്തിന് 2 അക്ഷൗണിപ്പട ശത്രുഘ്നൻ്റെ കൂടെ പോയി. കുതിര ദേശം തോറും സഞ്ചരിച്ചു. നദികളും പർവ്വതങ്ങളും കടന്നു. നാടുകൾ കടന്ന് വിരൂപാക്ഷഗിരിയുടെ മുകളിലെത്തി. പർവ്വതനാണ് അവിടുത്തെ രാജാവ്. രാജകൊട്ടാരത്തിനു ചുറ്റും കോട്ടയിൽ തീയാളുന്നു. കോട്ടയും കിടങ്ങും കടന്ന് കുതിര നഗരത്തിൽ പ്രവേശിച്ചു. ശത്രുഘ്നൻ സൈന്യവുമായി പുറത്ത് കാവൽ നിന്നു. 2 അക്ഷോണിപ്പട കോട്ടയിൽ കാത്തിരുന്നു. തീയാകെ അണച്ചു. ശത്രുഘ്നൻ കോട്ടയിൽ കടന്നു. പർവ്വതരാജാവുമായി യുദ്ധം ചെയ്തു. രാമനെ പോലെ പരാക്രമിയായ ശത്രുഘ്നൻ പർവ്വതനെ ബന്ധിച്ചു അയോധ്യയിലേക്ക് അയച്ചു. രാമനെ കണ്ടിട്ട് വേണം ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടാൻ. കിഴക്കു ദിക്കുള്ള രാജ്യങ്ങളെ ജയിച്ചതിനു ശേഷം വടക്കോട്ട് കുതിരയെ വിട്ടു. അശ്വരക്ഷണത്തിന് സൈന്യവുമൊത്ത് ശത്രുഘ്നൻ 6 മാസം സഞ്ചരിച്ചു. കുതിരയുടെ നെറ്റിയിലെ വിജയ വിളംബരം കാണുമ്പോൾ തന്നെ രാജാക്കന്മാർ ഭയപ്പെട്ടു. ശത്രുഘ്നോട് പരാജയം സമ്മതിച്ചു. കുതിര ഹിമാലയത്തിലെത്തി. കുതിരയെ പിടിച്ചുകെട്ടാൻ ചെന്ന രാജാവും ശത്രുഘ്നനും തമ്മിൽ ഏറ്റുമുട്ടി. 2 പേരും തുല്യപരാക്രമികൾ. ആരും ജയിച്ചില്ല. ഒടുവിൽ ശത്രുഘ്നൻ്റെ അമ്പേറ്റ് രാജാവ് മൂർച്ഛിച്ചു വീണു. മിണ്ടാൻ കഴിയാത്ത വിധം അത്ര ക്ഷീണിച്ചു. രാജാവിനെ ബന്ദിയാക്കി അയോധ്യയിലേക്ക് അയച്ചു. കമലലോചനെ കണ്ട് ബന്ധനമുക്തി നേടി. കുതിര പിന്നീട് പടിഞ്ഞാറേ ദിക്കിലേക്ക് കടന്നു. അവിടുന്ന് സിന്ധു തടത്തിലേക്ക് കടന്നു. സൈന്യം സിന്ധു തരണം ചെയ്തു. കയ്യിൽ മുളവടിയുമായി പിശാചുക്കളെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കുതിരയെയും ആനയെയും കൊന്നു തിന്നുന്നവരായിരുന്നു അവർ. വ്യാധന്മാർ എല്ലാവരും കൂടി കുതിരയെ വളഞ്ഞു. ശത്രുഘ്നൻ വില്ലും ശരവുമായി അവരെ എതിർത്തു. ഒറ്റ ബാണത്തിന് വ്യാധന്മാരെ വധിച്ചിട്ട് കുതിരയെ മോചിപ്പിച്ചു. യജ്ഞം കഴിയാറായി. 1000കണക്കിന് വസ്ത്രാദികൾ ദാനം ചെയ്തു. അളവറ്റ ദ്രവ്യങ്ങൾ ഹോമിച്ചു. ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാർ ആഹൂതി സ്വീകരിച്ചു. യാഗാംശം ദക്ഷിണ ദിക്കുകളിലേക്ക് കടന്നു. വായുവേഗത്തിൽ സഞ്ചരിച്ച കുതിര വാൽമീകിയുടെ തപോവനത്തിലെത്തി. വാൽമീകിക്ക് എന്തുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാമല്ലോ. ലവകുശന്മാരോട് പറഞ്ഞു, ഞാൻ ചിത്രകൂടത്തിലേക്ക് പോവുകയാണ്. ആശ്രമം കാത്തുകൊള്ളണം. ഞാൻ വരാൻ താമസിക്കും. ആരോടും തർക്കവും കലഹവും ഉണ്ടാക്കരുത്. കുമാരന്മാർ മഹർഷിയെ നമസ്കരിച്ചു. മഹർഷി ശിഷ്യന്മാരുമൊത്ത് ചിത്രകൂടത്തിലേക്ക് പോയി. സഹോദരന്മാർ 2 പേരും വില്ലും അമ്പും ഉപയോഗിച്ച് പക്ഷികളെ എയ്തു വീഴ്ത്തിയും മറ്റും കളിക്കുകയായിരുന്നു. ഈ സമയത്താണ് ആശ്രമത്തിലെ മരച്ചോട്ടിൽ കുതിരയെ കണ്ടത്. കുതിരയെ കണ്ടപ്പോൾ സന്തോഷമായി ജയപത്രം വായിച്ചു. ദശരഥ രാജപുത്രൻ ശ്രീരാമൻ അശ്വമേധം നടത്തുന്ന യാഗത്തിൻ്റെ കുതിരയാണിത്. 2 അക്ഷൗണിപ്പടയുമായി ശത്രുഘ്നൻ അശ്വത്തെ രക്ഷിക്കുന്നു. കുമാരന്മാർ ധൈര്യമായി കുതിരയെ മരച്ചുവട്ടിൽ പിടിച്ചുകെട്ടി. 2 അക്ഷൗണിപ്പട്ടാളം ശ്രമിച്ചിട്ടും കുമാരന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കുതിരയെ മോചിപ്പിക്കാനും കഴിഞ്ഞില്ല. കുതിരയെ അവർ കെട്ടിയിട്ടു. എന്നിട്ട് അമ്മയുടെ അടുത്തു ചെന്ന് സുഖമായി ഭക്ഷണം കഴിച്ചു. ശ്രീരാമൻ പറഞ്ഞു, ശത്രുഘ്ന, കുതിരയെ കൊണ്ടുവരൂ. പൂർണ്ണ ആഹൂതി കൊടുത്ത് യജ്ഞം സമർപ്പിക്കാം. ശത്രുഘ്നൻ്റെ മുമ്പിൽ ദൂതൻ വന്നു പറഞ്ഞു, മഹാരാജൻ, യാഗ അശ്വത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. ശത്രുഘ്നൻ വിഷാദത്തോടെ വിചാരിച്ചു, വിധിവശാൽ വലിയ ആപത്ത് പിണഞ്ഞിരിക്കുന്നു. ഏതു വീരനാണാവോ യാഗാശ്വത്തെ ബന്ധിച്ചത്?
ദക്ഷിണ ദിക്കിൽ നിന്നും വീണ്ടും വീണ്ടും സങ്കടകരമായ വാർത്തകളാണല്ലോ വരുന്നത്. ആരാണ് അവിടേക്ക് പോകുന്നത്? ഞാൻ വളരെ ബലം പ്രയോഗിച്ചാണ് ലവണനെ വധിച്ചത്. ഇനി ആരോടാണ് പടവെട്ടേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ശത്രുഘ്നൻ കുതിരയുടെ അടുത്തേക്ക് ചെന്നു. കുതിരയെ കൊണ്ട് കുമാരന്മാർ കളിക്കുന്നു. അതിസുന്ദരന്മാരായ 2 കുമാരന്മാർ അവർ കുതിരയുമായി കളിക്കുന്നു. കുതിരയെ കെട്ടിയത് ആരാണ്? മരിക്കാൻ വേണ്ടി ഈ പണി ചെയ്യരുത്. ശ്രീരാമനെ എതിർത്താൽ വംശത്തോടെ മരിക്കും. ശത്രുഘ്നന്റെ വാക്കുകൾ കേട്ട് 2 പേരും കൂടി ആലോചിച്ചു. നിങ്ങൾ ആരാണ്? എവിടെ താമസിക്കുന്നു? ശത്രുഘ്നൻ പറഞ്ഞു, ഞാൻ സൂര്യവംശത്തിൽ പിറന്നു. അയോധ്യയിൽ ഞങ്ങൾ 4 സഹോദരന്മാർ വസിക്കുന്നു. ദശരഥപുത്രന്മാരായ ഞങ്ങൾ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പേരാണ്. അത്ഭുത വിക്രമനായി രാമൻ സ്വയം വിഷ്ണു അവതരിച്ചതാണ്. രാമൻ്റെ വിക്രമം ഇത്തിരി പറയാം. രാമബാണമേറ്റാണ് രാവണൻ മരിച്ചത്. എൻ്റെ ബാണമേറ്റാണ് ലവണൻ മരിച്ചത്. രണശൂര്യനായ എൻ്റെ ജ്യേഷ്ഠൻ ലക്ഷ്മണൻ്റെ അമ്പേറ്റ് അതികായനായ ഇന്ദ്രജിത്ത് മരിച്ചു. ഈ വീരന്മാരെയൊക്കെ വധിച്ച ത്രിഭുവന വിജയികളുടെ നേർക്ക് ആരാണ് പടയ്ക്ക് വരുന്നത്? ശത്രുഘ്നൻ ഇത്രയും വലിപ്പം പറഞ്ഞപ്പോൾ 2 സഹോദരന്മാർ കോപത്തോടു കൂടി മറുപടി പറഞ്ഞു. നിങ്ങൾ 4 സഹോദരന്മാർ, ഞങ്ങൾ 2 സഹോദരന്മാർ. കുതിരയെ മോചിപ്പിച്ചു കൊണ്ടുപോയിക്കൊള്ളുക. ഞങ്ങൾക്കും അറിയേണ്ടത് മരിക്കാൻ വേണ്ടി എന്തിന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നതാണ്. കുതിരയെ എങ്ങനെ മോചിപ്പിക്കുമെന്നോർത്ത് സങ്കടത്തിൽപ്പെട്ടു. ചെറിയച്ഛനും ജ്യേഷ്ഠപുത്രന്മാരുമാണ് തങ്ങളെന്ന് മൂവരും തിരിച്ചറിഞ്ഞില്ല. പൊരിഞ്ഞ പോരാട്ടം നടന്നു. 2 സഹോദരന്മാർ 4 വശത്തേക്കും ശരമാരി ചൊരിഞ്ഞു. ശത്രുഘ്നൻ പിടിച്ചു നിൽക്കാനാകാതെ വിഷമിച്ചു. സൈന്യങ്ങൾ എന്തു ചെയ്യുകയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും സൈനികർ 2 പേർ ശിശുക്കളുടെ നേരെ ചീറ്റിയെടുത്തു. ലവകുശന്മാർ ശത്രുഘ്നോട് പറഞ്ഞു, വീര, ഒട്ടും വിഷമിക്കേണ്ട. ഈ സൈനികരെ മുഴുവൻ ഞങ്ങൾ വധിക്കും. നോക്കൂ കുട്ടികളെ, ശിശുക്കളോട് ഞാൻ യുദ്ധം ചെയ്തു എന്ന് കേട്ടാൽ ലോകം ചിരിക്കും. സൈന്യമുള്ളപ്പോൾ ഞാൻ എന്തിന് പടവെട്ടണം? അതുകൊണ്ട് സൈന്യങ്ങളെ തോൽപ്പിച്ച് എന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യത നേടൂ. ശത്രുഘ്നൻ പറഞ്ഞത് കേട്ട് ലവകുശന്മാർ പറഞ്ഞു, ആദ്യം സൈന്യത്തെ വധിക്കാം, പിന്നീട് നിങ്ങളെയും. കുശൻ പറഞ്ഞു, ലവ, നീ ഇവിടെ നിൽക്ക്, ഞാൻ സൈന്യത്തെ വധിക്കാം. നീ നിന്ന് കണ്ടാൽ മാത്രം മതി. കുശൻ വില്ലെടുത്തു. സഹോദരന്റെ യുദ്ധകൗശലം കണ്ടുകൊണ്ട് ലവന് കൗതുകം തോന്നി. ബേഡാപാക്രം എന്ന കുശന്റെ സവിശേഷമായ ബാണം സൈന്യത്തെ മുഴുവൻ ഭൂമിയിൽ വീഴ്ത്തി. കുമാരന്മാരെ എതിർക്കാൻ ശത്രുഘ്നൻ മാത്രം അവശേഷിച്ചു. 2 അക്ഷോണി പടയാളികൾ മുറിവേറ്റ് മരിച്ചു വീണു. യുദ്ധത്തിൽ രക്തം ഓളം തല്ലി. കുശൻ ശത്രുഘ്നോട് ചോദിച്ചു, എവിടെ പോയി നിങ്ങളുടെ സൈന്യം? ലവന്റെ അനുജനാണ് ഞാൻ. ലവൻ യുദ്ധത്തിലിറങ്ങിയാൽ ഭൂമി ബാക്കി കാണുകയില്ല. തോറ്റോടിപ്പോകുന്നോ അതോ യുദ്ധം ചെയ്യുന്നോ? പിൻവാങ്ങിയാൽ അപഖ്യാതി ഉണ്ടാകും. യുദ്ധം ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ശത്രുഘ്ന, ശരിക്ക് ആലോചിച്ച് തീരുമാനിച്ചുകൊള്ളൂ. ശത്രുഘ്നൻ പറഞ്ഞു, കുശ, നീ പറഞ്ഞതൊന്നും കളവല്ല, സത്യമാണ്. നിന്നോട് യുദ്ധം ചെയ്താൽ മരിക്കുമെന്ന് എനിക്കും ഉറപ്പുണ്ട്. യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. നീ ഏതവതാരമാണ്? ആരാണ് നിന്റെ യുദ്ധകൗശലത്തിൽ സന്തോഷിക്കുന്ന ഭാഗ്യവാനായ പിതാവ്? ഒരു ചാൽ യുദ്ധം ചെയ്യാം. ഒന്നുകിൽ മരിക്കാം, അല്ലെങ്കിൽ വധിക്കാം. കുശൻ ഉടനെ പറഞ്ഞു, ശത്രുഘ്ന, മരിക്കാം എന്ന് തന്നെ തീരുമാനിച്ചുകൊള്ളൂ. ഞാനിതാ അസ്ത്രം തൊടുക്കുന്നു. യമഭവനത്തിലേക്ക് ഉടൻ പൊയ്ക്കൊള്ളുക. ഈ സന്ദർഭത്തിൽ ലവൻ പറഞ്ഞു, കുശ, സൈന്യത്തെ നീ വധിച്ചുവല്ലോ. ശത്രുഘ്നനെ ഞാൻ വധിച്ചേക്കാം. ഇതിനിടെ കുശൻ അമ്പു തൊടുത്തുകൊണ്ട് ശത്രുഘ്നോട് പറഞ്ഞു, സൗമിത്രേ, ഇതാ ബാണം തൊടുത്തു കഴിഞ്ഞു. ഈ ബാണം സഹിക്കാമെങ്കിൽ നീ വീരനെന്ന് സമ്മതിക്കാം. ശത്രുഘ്നൻ പറഞ്ഞു, ആദ്യം ഞാൻ അമ്പു തൊടുക്കാം. അത് തടുക്കാമെങ്കിൽ നീ വീരനാണെന്ന് ഞാനും സമ്മതിക്കാം. സൗമിത്രി 3 ലക്ഷം അമ്പു തൊടുത്തുവിട്ടു. ഭൂമിയും ആകാശവും ബാണങ്ങളെ കൊണ്ട് മൂടി. അമ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടി തീ ചിതറി. 4 പാടും തീക്കനൽ ചൊരിഞ്ഞു. സൗമിത്രി മഹാപാശാസ്ത്രം അയച്ചു. അർദ്ധചന്ദ്രബാണം കൊണ്ട് കുശനത് ഛിന്ന ഭിന്നമാക്കി. ശത്രുഘ്നൻ സർവ അസ്ത്രങ്ങളും അയച്ചു. ആവനാഴി ശൂന്യമായി. ശത്രുഘ്നൻ അപ്പോൾ വിഷ്ണു ബാണത്തെക്കുറിച്ച് ഓർത്തു. അതയച്ചു. അത് കണ്ടപ്പോൾ തന്നെ കുശൻ മഹാവിഷ്ണു ബാണം കൊണ്ട്
വിഷ്ണു ബാണത്തെ സംഹരിച്ചു. കുശൻ ചോദിച്ചു, ശത്രുഘ്ന, ഇനി ബാണം വല്ലതുമുണ്ടോ? തൊടുത്തുകൊള്ളൂ, ഞാൻ തടയാം. ശത്രുഘ്നൻ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള യുദ്ധത്തിൽ ആരും തോറ്റിട്ടില്ല. രണ്ടാളും ഒപ്പത്തിനൊപ്പമാണ്. യുദ്ധം നിർത്തി ശാന്തമായി തിരികെ പോകാം. കുശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ വധിക്കാതെ തിരികെ പോവുകയില്ല. കുശൻ മഹാപാശാസ്ത്രം തൊടുത്തുവിട്ടു. ബാണം ഗർജിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. എങ്ങും ഇരുട്ട് നിറഞ്ഞു. അന്ധകാരം കൊണ്ട് യുദ്ധം ചെയ്യാൻ ആകുന്നില്ല. മരണത്തെ കാണുന്നത് പോലെ തോന്നി. വില്ലും അമ്പും പിടിച്ചുകൊണ്ട് ശത്രുഘ്നൻ നിസ്സഹായനായി നിന്നു. ശത്രുഘ്നെ വധിക്കാനായി മഹാപാശാസ്ത്രം പല രൂപത്തിൽ പാഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ശത്രുഘ്നന്റെ കൈയും കാലും നിശേഷം ബന്ധിച്ചു. ശത്രുഘ്നൻ യുദ്ധത്തിൽ വീണ് കിടക്കുന്നു. സഹോദരന്മാർ രണ്ടുപേരും സന്തോഷത്തോടുകൂടി ഈ വിവരം അമ്മയെ അറിയിക്കാനായി ആശ്രമത്തിലേക്ക് പോയി. 2 കുമാരന്മാരും 2 നാഴിക നേരം കളി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആശ്രമത്തിൽ വന്നിരുന്ന രാജാക്കന്മാർക്കെല്ലാം കൗതുകമേറി. അമ്മ 2 മക്കളെയും കുളിപ്പിച്ചു. അകിലും ചന്ദനവും കൊണ്ട് മെയ്യിൽ സുഗന്ധം ചാർത്തി. സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി ശയ്യയിൽ കിടത്തി. ശത്രുഘ്നന്റെ പതന വാർത്തയുമായി ദൂതൻ അയോധ്യയിലേക്ക് പോയി. 7 പടയാളികൾ മാത്രമാണ് ശേഷിച്ചത്. അവരും തിരികെ പോയി. രാമൻ മന്ത്രിമാരോടും മിത്രങ്ങളോടുമൊത്ത് യജ്ഞശാലയിൽ ഇരിക്കുമ്പോഴാണ് ശത്രുഘ്നോടൊത്ത് പോയിരുന്ന 7 പടയാളികൾ തിരികെ വന്നത്. 2 കുട്ടികൾ, ലവൻ, കുശൻ എന്ന പേര്, വാൽമീകി ആശ്രമത്തിൽ യുദ്ധം ചെയ്തു. 3 ലോകങ്ങളും അവരോട് തോറ്റുപോകും പ്രഭോ. പറയാൻ തന്നെ പേടിയാകുന്നു. ശത്രുഘ്നൻ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്നു. പേടി നിറഞ്ഞ ശബ്ദത്തിൽ സൈനികർ പറഞ്ഞപ്പോൾ രാമൻ ചിന്താകുലനായി ചോദിച്ചു, ദൂതാ പറയൂ, ആരോടാണ് യുദ്ധം ചെയ്തത്? ശത്രുഘ്നൻ യുദ്ധത്തിൽ തോറ്റു എന്നത് ആശ്ചര്യമായിരിക്കുന്നു. മഹാരാജാവേ, 2 മുനിപുത്രന്മാരാണ് യുദ്ധം ചെയ്തത്, യമദൂതന്മാരെ പോലെ. പ്രഭു, അങ്ങ് തന്നെ ചെന്ന് അവരോട് യുദ്ധം ചെയ്താലും ജയിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവർ കുതിരയെ തടഞ്ഞ് കെട്ടിയിട്ടു. കുതിര നിമിത്തമാണ് ഇത്ര വലിയ ആപത്ത് സംഭവിച്ചത്. ദൂതന്മാർ പറഞ്ഞത് കേട്ട് രാമൻ വിചാരിച്ചു, കൊടിയ ആപത്താണ് ഉണ്ടായിരിക്കുന്നത്. സൂര്യവംശത്തിൽ എത്രയെത്ര രാജാക്കന്മാർ ധരിച്ചു. അവരാരും യുദ്ധത്തിൽ തോറ്റ് പടക്കളത്തിൽ വീണ് നാണക്കേടുണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിധം സംഭവിച്ചത്? ഭരതൻ ജ്യേഷ്ഠനെ ആശ്വസിപ്പിച്ചു, ജ്യേഷ്ഠ, ക്ഷത്രിയ ധർമ്മം ഇതാണ്, യുദ്ധം ചെയ്യുക, മരിക്കുക. കരച്ചിലെടുക്കൂ, വിഷാദിക്കരുത്. ജ്യേഷ്ഠൻ ആജ്ഞ നൽകിയാൽ ഞാനും ലക്ഷ്മണനും കൂടെ ആ ശിശുക്കളെ പിടിച്ചുകൊണ്ടുവരാം. ഭരതൻ പറഞ്ഞത് സമ്മതിച്ചു. അനുജ, പോയി വരൂ. മുക്കണ്ണൻ കരുണ ചെയ്യട്ടെ. ശത്രുഘ്നനെ കുറിച്ചോർത്ത് വലിയ ദുഃഖമുണ്ട്. ആ 2 സഹോദരന്മാരുടെ യുദ്ധം ചെയ്തു കൊള്ളുക. യുദ്ധത്തിൽ അവരെ ബന്ദികളാക്കി എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഭരതനും ലക്ഷ്മണനും യാത്രാ അനുവാദം നേടി പുറപ്പെട്ടു. 4 അക്ഷൗണി സൈന്യങ്ങളെയും കൊണ്ടാണ് അവർ പുറപ്പെട്ടത്. സേനാപതിമാർ രഥത്തിൽ കയറി. ആനപ്പുറത്തും കുതിരപ്പുറത്തും സൈന്യങ്ങൾ നീങ്ങി. വേലും കുന്തവും ശൂലവും വാളും വില്ലും എല്ലാത്തര ആയുധങ്ങളും അണിഞ്ഞ് സൈന്യം വാൽമീകിയുടെ തപോവനത്തിലേക്ക് പ്രവേശിച്ചു. സൈന്യത്തിൻ്റെ കോലാഹലം കേട്ട് സീതാദേവി കുമാരന്മാരോട് ചോദിച്ചു, എന്താണ് ആപത്തുണ്ടായത്? ആരോടെങ്കിലും നിങ്ങൾ കലഹമുണ്ടാക്കിയോ? അമ്മ ചോദിച്ചത് കേട്ട് ലവകുശന്മാർ ചിരിച്ചു. അമ്മയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, രാജാക്കന്മാർ ആരോ നായാട്ടിന് വന്നിരിക്കുന്നു. സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും എത്രയോ രാജാക്കന്മാരുണ്ട്. അവരൊക്കെ നായാട്ടിന് വരും. കൂടെ സാമന്തന്മാരും കാണും, പരിവാരങ്ങളും കാണും. അവരുടെ ശബ്ദം കേട്ട് അമ്മ എന്തിനു ഭയപ്പെടണം? തപോവനം സംരക്ഷിക്കാനുള്ള ചുമതല ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് മഹാമുനി പോയിരിക്കുന്നത്. ഏതു രാജാവാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. മുനി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തപോവനം സംരക്ഷിക്കും. ആശ്രമത്തിന് എന്തെങ്കിലും പറ്റിയാൽ മുനി കോപിക്കും. മുനി കോപത്തെപ്പറ്റി ഞങ്ങൾ ഭയന്നിരിക്കുകയാണ്. അമ്മയെ സമാധാനിപ്പിച്ചിട്ട് സഹോദരന്മാർ 2 പേരും യുദ്ധത്തിന് പുറപ്പെട്ടു. 2 രാമന്മാർ വന്നിരിക്കുന്നു. ശ്രീരാമൻ കൂടി വന്നാൽ 3 രാമന്മാർ. എന്താണിത്? ഭരതനും ലക്ഷ്മണനും അത്ഭുതപ്പെട്ടു. അവർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? പരിചയപ്പെടൂ. ഞങ്ങളുടെ ജാതിയും കുലവും അറിഞ്ഞിട്ട് നിങ്ങൾക്കെന്ത് വേണം? വാൽമീകിക്ക് 6200 ശിഷ്യന്മാരുണ്ട്. ഞങ്ങൾ അതിൽ 2 ശിഷ്യന്മാരാണ്. ഇത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഞങ്ങളെ ആശ്രമത്തിൻ്റെ കാവലേൽപ്പിച്ചിട്ടാണ് മഹാമുനി പോയിരിക്കുന്നത്.
ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ ശത്രുഘ്നൻ ആശ്രമത്തിൽ വന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്തു. ഇതാ കണ്ടില്ലേ, വീണ് കിടക്കുന്നു. എന്തിനാണ് ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നത്? ഇത് കേട്ട് ഭരതൻ പറഞ്ഞു, ഞങ്ങൾ 4 സഹോദരന്മാരാണ്. ജ്യേഷ്ഠൻ രാമൻ, 3 അനുജന്മാർ, ഇളയാൾ ശത്രുഘ്നൻ, മധ്യമന്മാരായ ഭരതനും ലക്ഷ്മണനുമാണ് ഞങ്ങൾ. ശത്രുഘ്നെ വധിച്ചിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ പരസ്പരം വെല്ലുവിളിച്ചിട്ട് 4 മഹാബലവാന്മാരും മഹായുദ്ധം ആരംഭിച്ചു. ഭരത ലക്ഷ്മണന്മാരുടെ കൂടെ 4 അക്ഷൗണി പട്ടാളമുണ്ട്. ഭരതൻ സൈന്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളാണെന്നോർത്ത് നിങ്ങൾ മടിക്കേണ്ട, 2ആയി തിരിഞ്ഞ് യുദ്ധം തുടങ്ങിക്കൊള്ളുക. 2 അക്ഷൗണി ഭരതൻ്റെ കൂടെയും 2 അക്ഷൗണി ലക്ഷ്മണൻ്റെ കൂടെയും, 4 അക്ഷൗണിയുടെ നടുക്ക് ലവനും കുശനും, ആനപ്പുറത്ത് ഭരതനും മഹാരഥത്തിൽ ലക്ഷ്മണനും. ലവൻ്റെ അസ്ത്രശിക്ഷ അത്യത്ഭുതകരമാണ്. ആദ്യം തന്നെ ധൂമാസ്ത്രം പ്രയോഗിച്ചു. ദിക്കെങ്ങും പുക നിറഞ്ഞു. ദിക്കെല്ലാം അന്ധകാരം. ഗുഹയ്ക്കകത്ത് പെട്ടതുപോലെ. പേടിച്ചോടി രക്ഷപ്പെടാൻ പോലും നിവർത്തിയില്ല. കാലനങ്ങുന്നില്ല, കണ്ണു കാണുന്നില്ല. ലക്ഷ്മണനെയും പിന്നിട്ട് സൈന്യം ഒരു തരത്തിൽ പടക്കളത്തിൽ നിന്നും ഓടിപ്പോയി. ലക്ഷ്മണൻ മാത്രം അവശേഷിച്ചു. ഇങ്ങനെ ഒരു അസ്ത്രപ്രയോഗം കണ്ടിട്ടേയില്ല. ഇതിവരെ ആര് പഠിപ്പിച്ചതാണോ? രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ വധിക്കാൻ പോലും എനിക്ക് ഭയം തോന്നിയില്ല. ഈ കുട്ടികളോട് പക്ഷേ യുദ്ധത്തിന് ഭയം തോന്നുന്നു. ലക്ഷ്മണൻ തീരുമാനിച്ചു, എന്ത് സംഭവിക്കുമോ അത് തന്നെ സംഭവിക്കട്ടെ. മരണത്തെ ഭയപ്പെടുന്നില്ല, യുദ്ധം ചെയ്യുക തന്നെ. ബ്രഹ്മാഗ്നി ബാണം തൊടുത്തു. അഗ്നി പടർന്നു, ഇരുട്ടകന്നു. അപ്പോഴേക്കും ഭയം ഓടിപ്പോയ സൈന്യങ്ങളൊക്കെ തിരികെ വന്നു. ഇത് കണ്ട് ലവൻ അല്പം ഭയന്നുവെന്ന് മനസ്സിലായപ്പോൾ ലക്ഷ്മണന് സമാധാനമായി. ലവൻ പറഞ്ഞു, ലക്ഷ്മണ, അഹങ്കരിക്കണ്ട. എൻ്റെ നേരെ വന്നാൽ രക്ഷപ്പെടാൻ എളുപ്പമല്ല. അമ്പൊടുങ്ങാ താവനാഴിയുണ്ടെനിക്ക്. സൈന്യമുണ്ടെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. എല്ലാം ഇപ്പോൾ തന്നെ തീരും. ഒടുവിൽ നിങ്ങളുടെ പ്രാണനും ഞാൻ എടുക്കും. ലവൻ ഷഡ്ചക്ര ബാണം തൊടുത്തു. സിംഹഗർജനത്തോടെ ചീറിപ്പാഞ്ഞ ബാണം സാമന്തന്മാരുടെയും പടയാളികളുടെയും തലയെടുത്തു. ഭാദ്രമാസത്തിൽ കലങ്ങിയൊഴുകുന്ന ഗംഗ പോലെ ചോരപ്പുഴകൾ ഒഴുകി. ലവൻ ലക്ഷ്മണനെ വിളിച്ചു ചോദിച്ചു, എവിടെ പോയി നിങ്ങളുടെ സൈന്യം? ഒറ്റയൊരാൾ ബാക്കിയില്ല. ഇന്ദ്രജിത്തിനെ വധിച്ച ലക്ഷ്മണനെ വധിച്ചവൻ എന്ന് ഞാൻ കീർത്തി നേടും. എനിക്ക് ലക്ഷ്മണജിത്ത് എന്ന് പേര് കിട്ടും. ലക്ഷ്മണൻ ചോദിച്ചു, ലവ, എന്തിനാണ് ഈ അഹങ്കാരം? ഞാനുമായി യുദ്ധം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഈ രീതിയിൽ എന്തിന് അഹങ്കരിക്കുന്നു? അങ്ങനെ ഇവർ 2 പേരും തമ്മിൽ അതിഭീകരമായ യുദ്ധം. അവസാനം ലക്ഷ്മണൻ അയക്കുന്ന ഏതു ബാണവും കുറേ ദൂരം ചെല്ലുമ്പോഴേക്കും ലവൻ്റെ ബാണമേറ്റ് നിലം പതിക്കും. ആവനാഴിയിൽ അമ്പുകളൊന്നും അവശേഷിക്കുന്നില്ല എന്നായപ്പോൾ ലക്ഷ്മണൻ ലവനോട് പറഞ്ഞു, എൻ്റെ യുദ്ധകൗശലം ഇത്രയും കൊണ്ട് അവസാനിച്ചു. നീ ശാസ്ത്രവിശാരദനും വിദ്യാനിധിയുമാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്തു കൊള്ളുക. നിങ്ങളുടെ മരണം തന്നെയാണ് ആവശ്യം. ദേശത്തേക്ക് തിരിച്ചു പോകില്ല. ഞാൻ ഒരു ബാണം അയക്കും. എന്തുണ്ടാകുന്നു അത് മതി. ഈ ബാണത്താൽ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ഭാഗ്യം. ലവൻ തുണീരത്തിൽ നിന്നും അമ്പെടുത്ത് പാശുപതാസ്ത്രമായി അയച്ചു. വാസുകിയെപ്പോലെ തക്ഷകനെ പോലെ ഗർജിച്ചുകൊണ്ട് ചെന്ന പാശുപതമേറ്റ് ലക്ഷ്മണൻ വീണു. ലവൻ ലക്ഷ്മണനെ ജയിച്ചു. കുശൻ ഭരതനോട് യുദ്ധം ചെയ്യുന്നിടത്തേക്ക് ചെന്നു. നേരിട്ട് ചെല്ലാതെ ഒളിച്ചിരുന്നു കുശന്റെ അസ്ത്രവൈദഗ്ധ്യം നിരീക്ഷിച്ചു. ശത്രുഘ്നെ വധിച്ചതോടുകൂടി ആത്മവിശ്വാസം കൂടിയ കുശൻ ഭരതനുമായി യുദ്ധം ചെയ്യാൻ ഒട്ടും ഭയപ്പെട്ടില്ല. ഒറ്റയ്ക്ക് ജയിക്കാൻ കുശന് കഴിയാതെ വന്നാൽ ഭരതനെ ഉന്മൂലനാശനം ചെയ്യാൻ തീരുമാനിച്ചു. ലവൻ കാത്തുനിന്നു. ഭരതനോടൊപ്പം സൈന്യവുമുണ്ട്. കുശൻ ഒറ്റയ്ക്ക് പൊരുതുകയാണ്. കുശന്റെ ബേഡചാക്ര എന്ന അസ്ത്രം സൈന്യത്തിനു നേരെ ചെന്നു. ചിലരുടെ കൈ, ചിലരുടെ കാൽ, ചിലരുടെ മൂക്ക് തെറിച്ചു. നിലം പതിച്ച സൈനികർക്ക് കണക്കില്ല. പർവ്വതം പോലെയുള്ള ശത്രു സൈന്യം ഒറ്റ ബാണത്താൽ കുശൻ തകർത്തു. 7 പേർ മാത്രം അവശേഷിച്ചു. അവർ ഉച്ചസ്വരത്തിൽ ഭരതനെ വിളിച്ചു,
പിന്തിരിഞ്ഞോടി രക്ഷപ്പെടുന്നതിനിടയിൽ ചിലർ തിരിഞ്ഞു നോക്കി എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്ത മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഭരതൻ പറഞ്ഞു, കുശ, യുദ്ധം നിർത്തുക, ഞങ്ങൾ 8 പേരും തിരികെ ദേശത്തേക്ക് പോവുകയാണ്. കുശൻ പറഞ്ഞു, ഭരത, അങ്ങനെ പറയുന്നത് ശരിയല്ല. 8 പേർ പോകണ്ട, അവർ 7 പേർ പോയി രാമനെ വിവരമറിയിക്കട്ടെ. രാമൻ വേഗം തന്നെ ഇങ്ങോട്ട് വരട്ടെ. ക്ഷത്രിയനായി പിറന്നിട്ട് പിന്തിരിഞ്ഞാൽ ദുഷ്കീർത്തി ഉണ്ടാകും. അത് മരണം വരെ നിലനിൽക്കും. യുദ്ധത്തിൽ മരിച്ചാൽ അനന്ത പൗരുഷമായിരിക്കും ഫലം. കുശ, വെറുതെ പറയുകയല്ല. നിന്നിൽ ശ്രീരാമൻ്റെ രൂപം കാണുന്നു. അതാണ് എനിക്ക് ഭയം. രാമൻ്റെ തേജസ്, ബലം, ധനുർബാണങ്ങൾ ഇവയോട് തോറ്റാലും ആർക്കും അപമാനമില്ല. കുശൻ അത് സമ്മതമായില്ല. ശ്രീരാമനെക്കുറിച്ച് ഇത്ര അഹങ്കരിക്കുന്നത് എന്തിന്? ഇപ്പോൾ നിങ്ങൾ മരിച്ചാൽ രാമൻ എന്തു ചെയ്യും? എന്നോട് യുദ്ധം ചെയ്തു നിങ്ങളിപ്പോൾ മരിക്കും. അത് കഴിഞ്ഞ് രാമൻ വന്നിട്ട് എന്തു ഫലം? ഞങ്ങളോട് യുദ്ധം ചെയ്ത് രാമൻ ജയിക്കുമെങ്കിൽ പിന്നെ ഞങ്ങൾ ലവൻ, കുശൻ എന്ന ഈ പേരുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ സമയത്ത് ലവൻ നേരെ ചെന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതുവരെ ഭരതനെ വീഴ്ത്തിയില്ലേ? ഞാൻ ലക്ഷ്മണനെ തോൽപ്പിച്ചിട്ട് നേരം എത്രയായി? നിനക്കെന്താണ് ഇത്ര താമസം? ഭരതൻ ലവനോടും പറഞ്ഞു, നിന്റെ ബുദ്ധി ശരിയല്ല. നിനക്ക് രാമഛായ തന്നെ കാണുന്നു. അതാണ് എനിക്ക് ഭയം. രാമൻ കൂടി വന്നാൽ നിങ്ങൾ ആരും തിരികെ പോവുകയില്ല എന്ന് കുശൻ പറഞ്ഞു. കുശ, കുട്ടിയായിരിക്കെ ഇത്ര അഹങ്കാരം പാടില്ല. ശ്രീരാമനെ നിന്ദിക്കുന്നത് എനിക്ക് സഹിക്കുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് യുദ്ധം തുടർന്നു. 10 ദിക്കുകളും വിറച്ചു. ഭരതൻ്റെ ഗന്ധർവാസ്ത്രത്തെ അജയ്ജിത്ത് എന്ന അസ്ത്രം കൊണ്ട് സംഹരിച്ചു. കുശൻ്റെ ഐഷികാസ്ത്രത്തെ നേരിടാനാകാതെ ഭരതൻ കുഴങ്ങി. വായുവേഗത്തിൽ പാഞ്ഞു ചെന്ന ബാണമേറ്റ് ഭരതനും ശേഷിച്ച ഭടന്മാരും നിലം പതിച്ചു. രക്തത്തിൽ കുളിച്ച 2 പേരും ശരീരം കഴുകിത്തുടച്ച് യുദ്ധവേഷം മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ ചോദിച്ചു, എന്താ ഇത്ര വൈകിയത്? ഇത്ര നേരം എന്തു ചെയ്യുകയായിരുന്നു? കുട്ടികൾ പറഞ്ഞു, ഇല്ലമ്മേ, വിശേഷിച്ചൊന്നുമില്ല. നായാട്ട് കഴിഞ്ഞ് രാജാക്കന്മാർ തിരികെ പോയി. അവിടെ നടന്ന വിശേഷങ്ങളൊന്നും സീത അറിഞ്ഞില്ല. മുനിയുടെ അനുഗ്രഹത്താൽ തപോവനം രക്ഷിച്ചു എന്നു മാത്രം പറഞ്ഞു. 2 പേരും ഭക്ഷണം കഴിച്ചു, സുഗന്ധ ചന്ദന മാലയണിഞ്ഞു, പരമഹർഷത്തോടെ കഴിഞ്ഞു. ദൂതന്മാർ ഈ വിവരങ്ങളെല്ലാം ശ്രീരാമചന്ദ്രനെ അറിയിച്ചു. അവർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രഘുനാഥ, ദൈവനിശ്ചയത്തെപ്പറ്റി എന്തു പറയാൻ? ആപത്ത് പിണഞ്ഞിരിക്കുന്നു. ഈ വിധം പറഞ്ഞ് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും രാമനോട് അറിയിച്ചു. ഇതു കേട്ട് രാമൻ വാവിട്ട് കരഞ്ഞു. ശ്രീരാമചന്ദ്രൻ ഈ വിധം വിലപിച്ചു. എനിക്ക് വേണ്ടി രാജ്യസുഖം ഉപേക്ഷിച്ച് 14 വർഷം വനത്തിൽ ദുഃഖമനുഭവിച്ച ലക്ഷ്മണൻ, ഇന്ദ്രജിത്തിനെ ജയിച്ച മഹാവീരൻ, ഒരു കുട്ടിയുടെ അമ്പേറ്റ് മരിച്ചുവെന്നോ? ശത്രുഘ്ന, പല ദിവസത്തെ യുദ്ധം ചെയ്ത് ഞാൻ വധിച്ച രാവണനേക്കാൾ ബലവാനായ ലവണനെ ഒരു ദിവസം കൊണ്ട് നീ യുദ്ധത്തിൽ വധിച്ചു. ആ വീര, നീ ഒരു കുട്ടിയുടെ ബാണമേറ്റ് മരിച്ചോ? സുഗ്രീവൻ തുടങ്ങിയ മിത്രങ്ങളൊക്കെ ശ്രീരാമചന്ദ്രനെ സ്വാന്തനപ്പെടുത്തി. അവിടുന്ന് ശ്രീരാമനല്ലേ, ഇങ്ങനെ വിലപിക്കുന്നത് ശരിയല്ല. വേഗം ചെന്ന് ആ 2 കുട്ടികളെ പിടിച്ചു കൊണ്ടുവരണം. ഞാൻ പോവുകയാണ്. 3 സഹോദരന്മാർ പോയെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇരിക്കണം? 2 കുട്ടികളെയും കൊന്ന് ഞാൻ സഹോദരന്മാരോടുള്ള കടം വീട്ടും. എന്നിട്ടേ അയോധ്യയിലേക്ക് മടങ്ങൂ. ഈ വിധം രാമൻ പറഞ്ഞു. സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു, രാക്ഷസപ്പടയെയും വാമനപ്പടയെയും കൊണ്ടുപോകണം. ശ്രീരാമന്റെ രഥമൊരുക്കാൻ സുമന്ത്രർക്ക് നിർദ്ദേശം നൽകി. ആനപ്പുറത്ത് 3 കോടി, കുതിരപ്പുറത്ത് 81 കോടി, രഥത്തിൽ 3 കോടി, ഇങ്ങനെ വൻ പടയുമായി തെക്കുദിശത്തേക്ക് യാത്ര തിരിച്ചു. സുഗ്രീവൻ, അംഗദൻ, ശാരദൻ, ഗവാക്ഷൻ, ജാംബവാൻ, ഹനുമാൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ശ്രീരാമചന്ദ്രനോട് ഒപ്പം പോയി. സൈന്യങ്ങൾ നദി ഇറങ്ങിക്കടന്നു. അവരുടെ കാലിൽ പറ്റി നദീജലം വറ്റിപ്പോയി. അത്രയേറെ സൈനികർ. ഭരതനും ലക്ഷ്മണനും 6 അക്ഷൗണി പട്ടാളവും വീണുകിടക്കുന്ന രണസ്ഥലത്തേക്ക് സൈന്യം കടന്നു. സൈന്യവും ഒത്തുവന്നിരിക്കുന്ന രാമനാണിത് എന്ന് ലവകുശന്മാർ അനുമാനിച്ചു. മഹാവീരനെ യുദ്ധത്തിൽ വധിച്ചാൽ കീർത്തി ഉണ്ടാകുമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമയത്ത് സീതാദേവി
അവിടേക്ക് വന്നു. രണ്ടുപേരും കൂടി എന്തു ചെയ്യുന്നു? ഇവിടെ ആരോടാണ് യുദ്ധം? സൈന്യത്തിൻ്റെ കോലാഹലം കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ആപത്തു പിണഞ്ഞത്? രണ്ടുപേരും സീതാദേവിയെ ധൈര്യപ്പെടുത്തി. ദേവി പുത്രന്മാരിൽ 100 ആശീർവാദം ചൊരിഞ്ഞു, മംഗളം ആചരിച്ചു. ഭാഗ്യഹീനയായ എൻ്റെ പുത്രന്മാരാണ് നിങ്ങൾ. നിർധനൻ്റെ ധനമാണ്, അന്ധൻ്റെ നയനമാണ്, അമ്മയുടെ ജീവനാണ്. നിങ്ങൾ രണ്ടുപേരോടും ആരാണ് പടയ്ക്കു വരുന്നത്? അവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവർ ദേശത്തേക്ക് തിരികെ പോവുകയില്ല. അമ്മയുടെ വാക്ക് വെറുതെ ആവില്ല. ഇത്രയും പറഞ്ഞിട്ട് സീത ആശ്രമത്തിലേക്ക് മടങ്ങി. മാതൃപാദങ്ങൾ വന്ദിച്ച് ലവകുശന്മാർ രാമനോട് യുദ്ധത്തിനിറങ്ങി. രാമനോട് യുദ്ധം ചെയ്യാൻ എങ്ങനെ പോകണമോ അങ്ങനെ തന്നെ അവർ പടയ്ക്കുപോയി. അമ്പു നിറച്ച ആവനാഴിയും വില്ലും കയ്യിലെടുത്തുകൊണ്ട് യുദ്ധസ്ഥലത്തെത്തി. 3 രാമന്മാർ ഒന്നിച്ചു നിൽക്കുന്നത് കണ്ട് എല്ലാവരും കൗതുകം പൂണ്ടു. ഒരേ രൂപം, ഒരേ ഘടന, ഒരേ വിക്രമം. 5 മാസം ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചു സീത വാൽമീകി ആശ്രമത്തിൽ ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അവരാണോ ഇവർ? അല്ലെങ്കിൽ ഇവർക്കെങ്ങനെ അങ്ങയുടെ ഛായ ഉണ്ടായി? എന്തായാലും ഇവരോട് യുദ്ധം ചെയ്യണ്ട, നാട്ടിലേക്ക് തിരികെ പോകാമെന്ന് രാക്ഷസന്മാരും വാനരന്മാരും രാമനെ ഉപദേശിച്ചു. ഇത് അങ്ങയുടെ പുത്രന്മാരാണ്. 5-ാം മാസം ഗർഭമായിരിക്കുമ്പോൾ ഉപേക്ഷിച്ച സീത പ്രസവിച്ച കുട്ടികൾ വളർന്ന് ഇത്രയും ആയിരിക്കുന്നു. മുമ്പോട്ട് ചെന്ന് സ്വയം പരിചയപ്പെടുത്തൂ എന്ന് സുമന്ത്രരും ഉപദേശിച്ചു. രാമന് വിസ്മയമായി. ലവകുശന്മാരുടെ അടുത്തു ചെന്നു പറഞ്ഞു, ഞാൻ രാജാ ദശരഥന്റെ പുത്രൻ രാമൻ. നിങ്ങൾ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു. ആകൃതിയിലും പ്രകൃതിയിലും പരാക്രമത്തിലുമെല്ലാം നിങ്ങൾ ഞാൻ തന്നെ. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എൻ്റെ പുത്രന്മാരാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. അറിയാതെ സ്വന്തം മക്കളെ വധിച്ചാലോ? നിങ്ങൾ ആരാണെന്ന് പറയുന്നത് വരെ ഞാൻ യുദ്ധത്തിനില്ല. രാമൻ പറയുന്നത് കേട്ടുകൊണ്ട് 2 സഹോദരന്മാരും കാതോട് കാത് പറഞ്ഞു. ആലോചിച്ചു, എങ്ങനെയാണ് പേര് പറയേണ്ടത്? അച്ഛനെ തിരിച്ചറിഞ്ഞില്ല. ഇന്നു ചെന്ന് അമ്മയോട് ചോദിക്കാം. എന്നിട്ട് രാമനെ വിളിച്ച് കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ഇത്രയും നാൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പരിചയം നൽകിയിട്ട് എന്ത് കാര്യം? പുത്രനായിട്ട് പിതാവിനോട് ആര് യുദ്ധം ചെയ്യും? ഞങ്ങളെ കണ്ടിട്ട് പുത്രന്മാരാണെന്ന് തോന്നിയോ? ഉള്ളം വിറച്ചോ? വീണ്ടും വീണ്ടും പരിചയം ചോദിക്കുന്നുണ്ടല്ലോ. ബോധമില്ലാത്ത ശ്രീരാമ, കേട്ടുകൊള്ളുക. ഞങ്ങളെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ പേര് ശരിക്കറിഞ്ഞുകൂടാ. ശ്രീരാമൻ പറഞ്ഞു, പരിചയം തന്നില്ലെങ്കിൽ എൻ്റെ 90 കോടി വരുന്ന സൈന്യം പടയ്ക്കിറങ്ങും. 3 കോടി ആന, 83 കോടി കുതിരകൾ, 70 കോടി കാലാൾ, അംഗദൻ്റെയും വിഭീഷണൻ്റെയും സുഗ്രീവൻ്റെയും സൈന്യങ്ങൾ. ഇവരെല്ലാം 2 ശിശുക്കളോട് യുദ്ധത്തിന് വന്നാൽ എനിക്ക് ദുഷ്കീർത്തി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. യുദ്ധം ചെയ്യാതെ തിരിച്ചു പോയാലും ദുഷ്കീർത്തി തന്നെ. രാമൻ മന്ത്രിമാരോട് ആലോചിച്ചു. രാമൻ്റെ സൈന്യങ്ങൾ 4ആയി പിരിഞ്ഞു. 4 വശത്തു നിന്നും മുന്നേറി. ആനപ്പടയും കുതിരപ്പടയും കുട്ടികളെ പിടിച്ചടക്കാൻ കയ്യും നീട്ടി വന്നു. ലവനും കുശനും കൂടി തന്ത്രങ്ങൾ ആലോചിച്ചുറപ്പിച്ചു. ആദ്യം രാമൻ്റെ സൈന്യത്തെ തകർക്കാൻ നിശ്ചയിച്ചു. 2 പേരും കോപിച്ചു. ശരം തൊടുത്തു. ലവൻ ഒരു ബാണം കൊണ്ട് ആനപ്പട തകർത്തു. കുശൻ ഒരു ബാണം കൊണ്ട് കുതിരപ്പടയെയും. 2 പേരും കൂടി പിന്നീട് കാലാൾപ്പടയെ സംഹരിച്ചു തുടങ്ങി. അതിഘോരമായ യുദ്ധം. വന്ന സൈന്യങ്ങളെല്ലാം ഒന്നൊന്നായി മരിച്ചു വീണു. 96 കോടി പടയാളികളെയും കുട്ടികൾ വധിച്ചു. ഇനി ശ്രീരാമൻ മാത്രമേ ബാക്കിയുള്ളൂ. ലവനും കുശനും രാമനെ അപഹസിച്ചു. എല്ലാവരോടും പറയുന്നു, ശ്രീരാമൻ ധാർമ്മികനാണെന്ന്. നിങ്ങൾ എത്രയോ യുദ്ധം ചെയ്തിട്ടുണ്ട്. 2 പേരോടും 3 പേർ എതിർത്താൽ അത് അധർമ്മമാണ്. ഞങ്ങൾ 2 പേരോട് എതിർക്കാൻ എത്ര പേരാണ് ഇവിടെ വന്നത്? ശ്രീരാമൻ ലജ്ജിതനായി അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞാലും അത് അനുചിതമാവുകയില്ല. ഞാൻ ഭൂമണ്ഡലത്തിലെ രാജചക്രവർത്തിയാണ്. എന്നോടൊപ്പം വന്ന സൈന്യം എത്രയെന്ന് എനിക്കു തന്നെ അറിയില്ല. അങ്ങനെ വന്ന എന്നെ ജയിക്കാൻ എൻ്റെ പുത്രന്മാർക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. പുത്രന്മാർ അച്ഛനെ ജയിക്കും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്.
നിങ്ങൾക്ക് എൻ്റെ ആകൃതി അത് കണ്ട് വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ലവകുശന്മാർ പറഞ്ഞു, വെട്ടി ശ്രീരാമ, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അത് പറ, അല്ലാതെ പുത്രൻ പുത്രൻ എന്ന് പറയുന്നത് ശരിയല്ല. ശ്രീരാമൻ വീണ്ടും പറഞ്ഞു, നോക്കൂ, ബാലകന്മാരോട് യുദ്ധം ചെയ്യുന്നതിൽ എന്ത് പൗരുഷം, എന്നോട് ആരും ജയിക്കില്ല, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ മഹാബാണം തൊടുത്തു. 2 സഹോദരന്മാരും ഓടി രക്ഷപ്പെട്ടു. ശ്രീരാമന്റെ ബാണം ആകാശത്തിൽ നിറച്ച് ഇരുട്ടുണ്ടാക്കി. 2 കുമാരന്മാർക്കും മുമ്പോട്ട് വന്ന് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. ക്ഷീണിച്ച മനസ്സുമായി രാമൻ നിലത്തിരുന്നു. അനുജന്മാർ മരിച്ചതും സൈന്യം നശിച്ചതും രഘുവംശമാകെ പരാജയമടഞ്ഞതും ഓർത്ത് കണ്ണീരൊഴുക്കി. ഭാഗ്യം വിപരീതമാണെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് ആലോചിച്ചു. യജ്ഞം നാശത്തിന് കാരണമായി തീർന്നു. ശത്രുഘ്നൻ വീണപ്പോൾ തന്നെ ഇനി ജയിക്കില്ല, ആപത്താണെന്നറിഞ്ഞു. ഇപ്പോൾ ഗന്ധമാദനം കൊണ്ടുവന്ന വീരഹനുമാനും കുംഭകർണനെ പോലും ജയിച്ച ലക്ഷ്മണന്റെ രണവീര്യവും ഒരു ശിശുവിൻ്റെ ബാണത്തിൽ തകർന്നു. സാഗരത്തിൽ ചിറകെട്ടി ലങ്കയിലെത്തി രാവണനെ തുരുത്തിയ സുഗ്രീവ സൈന്യത്തെ മുഴുവൻ ഒരു ശിശു നശിപ്പിച്ചു. ദേവേന്ദ്രൻ, മഹേന്ദ്രൻ, അംഗദൻ, എത്രയെത്ര വീരന്മാർ, എല്ലാവരും മരണപ്പെട്ടു. എല്ലാം കൊടും പാപങ്ങൾ. സഗരനും രഘുവംശവും വേനനും ജനിച്ച ശ്രേഷ്ഠവംശത്തിൽ ഇങ്ങനെ ഒരു ആപത്ത് ഉണ്ടായല്ലോ. ഒരു മുനിപുത്രൻ എല്ലാവരെയും തോൽപ്പിച്ചിരിക്കുന്നു. സഹോദരന്മാരില്ല, മിത്രവർഗങ്ങളില്ല, എല്ലാവരെയും രണത്തിനു കൊണ്ടുവന്ന് കൊല്ലിച്ചു. എത്രയെത്ര സ്ത്രീകൾ ഞാൻ നിമിത്തം അനാഥരായി. വിധി എന്നോട് നിർദ്ദയനായിരുന്നു. വലുതെന്ന് കരുതിയതെല്ലാം നശിച്ചു പോയല്ലോ. ഈ വിധം പറഞ്ഞ് രാമൻ വിലപിച്ചു. പെട്ടെന്ന് തന്നെ രാമൻ ചിന്തിച്ചു, എൻ്റെ വംശത്തിന് കളങ്കം വരുത്തിയ ആ 2 കുട്ടികളെ ഞാൻ ഇന്ന് വധിച്ചിരിക്കും. കുശൻ പറഞ്ഞു, ലവ, നീ എൻ്റെ ജ്യേഷ്ഠനാണ്. ഞാൻ രാമനോട് തോൽക്കുന്നത് കണ്ട് ഓടിപ്പോകാമോ? നമുക്ക് 2 പേർക്കും യുദ്ധം ചെയ്യാം. ശ്രീരാമനെ വധിച്ചിട്ട് ആശ്രമത്തിലേക്ക് പോകാം. കുശനേക്കാൾ ആയുധാഭ്യാസമുണ്ട് ലവന്. കുശൻ അയച്ച ചിഗുരബാണം പ്രകാശം പരത്തിക്കൊണ്ടു ചെന്ന് രാമബാണത്തെ വ്യർത്ഥമാക്കി. തീപ്പന്തം പോലെ ലവബാണം ആകാശത്തിലെല്ലായിടത്തും അഗ്നി ജ്വലിപ്പിച്ചു. അന്ധകാരമൊഴിഞ്ഞു. സഹോദരന്മാർ 2 പേരും രാമനെ ഉന്നം വെച്ച് അമ്പു തൊടുത്തു. ശ്രീരാമചന്ദ്രനും മഹാസ്ത്രങ്ങൾ അയച്ചു. അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഠൺ ഠൺ ധ്വനി എങ്ങും മുഴങ്ങിക്കേട്ടു. രാമബാണമേറ്റ് സഹോദരന്മാർ തളർന്നു. ആശങ്കകൾ ഉണ്ടായി 2 പേർക്കും. ചങ്ങലയായി തീരുവാൻ വേണ്ടി രാമൻ അയച്ച ബാണം പൂമാലയായി ലവകുശന്മാരുടെ കഴുത്തിനെ അലങ്കരിച്ചു. ലവകുശന്മാർ അയക്കുന്ന ഉഗ്രബാണങ്ങൾ രാമന്റെ ചരണങ്ങളെ വന്ദിച്ചിട്ട് പാതാളത്തിലേക്ക് പോകുന്നു. പിതാവും പുത്രന്മാരും തമ്മിലുള്ള ഈ കൊടും പോര് കാണാൻ സ്വർഗത്തിൽ നിന്ന് ദേവന്മാർ വന്നു. അന്തരീക്ഷത്തിൽ നിരന്നു. പിതാവിനെ പോലെ തന്നെ ധീരന്മാരായ പുത്രന്മാർ. ആരും ഒട്ടും പുറകിലല്ല. ഒരു പക്ഷത്ത് 2 പുത്രന്മാർ, മറുവശത്ത് പിതാവായ രാമൻ. ഇരുവശത്തും നിന്ന് കുമാരന്മാർ അയക്കുന്ന ബാണങ്ങൾ കൊണ്ട് രാമൻ തളർന്നു. എങ്ങോട്ട് നോക്കും? ലവബാണത്തെ നേരിടുന്നതിന് അങ്ങോട്ട് തിരിയുമ്പോൾ കുശന്റെ ബാണം വന്ന് തറയ്ക്കും. കുശന്റെ ബാണത്തെ നേരിടാൻ നോക്കുമ്പോൾ ലവന്റെ ബാണം വന്ന് തറയ്ക്കും. 2 സഹോദരന്മാരും ഒരേ സമയം ശരം തൊടുത്തുവിടുകയാണ്. ശ്രീരാമൻ മൂർച്ഛിച്ച് ഭൂമിയിൽ വീണു. വിധിയുടെ പൂർവ്വനിശ്ചയമനുസരിച്ച് പുത്രന്മാരുമായുള്ള യുദ്ധത്തിൽ പിതാവ് മരിക്കണമെന്നുണ്ടായിരിക്കും. ലവൻ അയച്ച അസ്ത്രകല എന്ന ബാണം ശ്രീരാമചന്ദ്രൻ്റെ നെഞ്ചിലിടിച്ചു നിലത്തു വീണു. രാമൻ അവശനായി. നെഞ്ചിടിപ്പ് മാത്രമുണ്ട്. 2 സഹോദരന്മാരും വേഗം രാമന്റെ അടുത്തേക്ക് ചെന്നു. രാമൻ അനങ്ങാൻ വയ്യ. കുമാരന്മാർ ശത്രുവിൻ്റെ ശരീരത്തിലെ ആഭരണങ്ങൾ അഴിച്ചെടുത്തു. ഹാരം, കേയൂരം, കിരീടം, വില്ല്, അമ്പുകൾ ഒന്നും ശേഷിച്ചില്ല. എല്ലാം അഴിച്ചെടുത്തു. ഇത് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഹനുമാനും ജാമ്പവാനും ജീവനോടെ ഉണ്ടെങ്കിലും അനങ്ങാൻ വയ്യാതെ കിടക്കുന്നത് കണ്ടു. അവരെയും ബന്ധിച്ചു. ആശ്രമവാതുക്കൽ കൊണ്ടുചെന്നിട്ടു. യുദ്ധം ജയിച്ച 2 സഹോദരന്മാരും തിരിച്ചെത്തി. ജാനകീദേവി അത്യന്തം ദുഃഖിതയായിരുന്നു.
കുമാരന്മാർ അമ്മയെ പ്രണമിച്ചു. അമ്മയുടെ അടുത്തു ചെന്നിരുന്നു. യുദ്ധകഥകൾ പറയാൻ തുടങ്ങി. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരോടും അവർ കൊണ്ടുവന്ന അക്ഷൗണിപ്പടയോടും ഞങ്ങൾ യുദ്ധം ചെയ്തു. യുദ്ധത്തിന് വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. ദുർജയന്മാരായ 2 ജന്തുക്കളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് പടിക്കൽ ഇട്ടിട്ടുണ്ട്. ചെന്നു കാണൂ, രാമന്റെ ആഭരണങ്ങളും ധനുസും ബാണവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. സീതാദേവി ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. ലവാകുശ, എന്താണിത് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് കൈ തലയിലടിച്ചു കരഞ്ഞു. പിതൃഹത്യ ചെയ്തോ? ഇങ്ങനെയാണോ പൗരുഷം തെളിയിക്കുന്നത്? എവിടെ വെച്ചാണ് കമലലോചനെ വധിച്ചത്? എവിടെ വെച്ചാണ് ഭരതനെയും ശത്രുഘ്നെയും വധിച്ചത്? എങ്ങനെ ശ്രീരാമനെയും ലക്ഷ്മണനെയും ചെന്നു കാണും? എങ്ങനെ ഭരതനെയും ശത്രുഘ്നെയും ചെന്നു കാണും? എവിടെ വെച്ചാണ് യുദ്ധമുണ്ടായത്? പ്രഭുവിൻ്റെ ശരീരത്തെ കുറുക്കൻ മറ്റോ തൊട്ടിട്ടുണ്ടാകുമോ? തലമുടി കെട്ടാൻ പോലും നിൽക്കാതെ സീതാദേവി പുറത്തേക്കോടി. തലയിൽ കൈവച്ചുകൊണ്ട് കുമാരന്മാർ പുറകെ ചെന്നു. സീത പുറത്തു ചെന്നപ്പോൾ കണ്ടത് കയ്യും കാലും കെട്ടിയിരിക്കുന്ന ഹനുമാനെയും ജാമ്പവാനെയുമാണ്. 2 പേരും മൃതപ്രായരായി ബോധം കെട്ട് കിടക്കുന്നു. ശ്വാസം മാത്രമുണ്ട്. സീതയ്ക്ക് അത് കണ്ടിട്ട് നിരാശയായി. നിങ്ങളെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് വംശം തന്നെ നശിപ്പിക്കാനാണോ? എനിക്ക് നിന്റെ മൂത്തവനായ പുത്രനാണ് ഹനുമാൻ. ഹനുമാനാണ് എനിക്ക് ജീവൻ തിരികെ നൽകിയത്. സാഗരം കടന്ന് ലങ്കയിലെത്തി എൻ്റെ ഈ പുത്രനാണ് എനിക്ക് ജീവൻ രക്ഷിച്ചത്. നീ അറിയാതെ ഇവനെ വധിച്ചല്ലോ. ലോകം എന്തു പറയും? പിതാവിനെയും പിതാവിനെ പോലെ കരുതേണ്ടവരെ എല്ലാവരെയും നീ വധിച്ചല്ലോ. ഞാൻ വിഷം കുടിച്ച് എൻ്റെ ജീവൻ ത്യജിക്കും. ഈ ദുഷ്കീർത്തി ഒളിച്ചു വെക്കാനാവില്ല. ലോകം മുഴുവൻ പരക്കും. അവരെവിടെ? വേഗം എന്നെ കാണിക്കൂ. സീതയുടെ നയനങ്ങൾ കണ്ണുനീരിൽ നനഞ്ഞു. ഇതിനിടയിൽ കുമാരന്മാർ ജാമ്പവാന്റെയും ഹനുമാന്റെയും കെട്ടഴിച്ചു, മോചിപ്പിച്ചു. അവർ എഴുന്നേറ്റിരുന്നു. സീത അപേക്ഷിച്ചു, ഹനുമാൻ, ഒരു സത്യം പാലിക്കണം. ഇക്കാര്യം ആരോടും പറയരുത്. നിന്റെ രാമന്റെ പുത്രന്മാരാണിവർ. ആളെ തിരിച്ചറിയാതെ ചെയ്തു പോയതാണ്. ശിരോരത്നം നഷ്ടപ്പെട്ട സർപ്പത്തെപ്പോലെ സീത കരഞ്ഞുകൊണ്ടേയിരുന്നു. രാമനെ കാണാനായി യുദ്ധം ചെയ്ത സ്ഥലത്തേക്ക് ചെന്നു. ആനകളും കുതിരകളും സൈന്യവും മരിച്ചു കിടക്കുന്നത് കണ്ടു പൊട്ടിക്കരഞ്ഞു. രാമന്റെ ചരണത്തിൽ ചെന്നിരുന്ന് കാലുപിടിച്ചു. എൻ്റെ കർമ്മദോഷം കൊണ്ട് അങ്ങയുടെ പുത്രന്മാർ തന്നെ അങ്ങയെ വധിച്ചല്ലോ. മന്ദരപർവ്വതം പോലും അങ്ങയുടെ ബാണമേറ്റാൽ രക്ഷപ്പെടുകയില്ല. അങ്ങനെയുള്ള അങ്ങയെ ഇവർ വധിച്ചല്ലോ. കുട്ടികൾ അമ്മയോടൊപ്പം ഇരുന്ന് തലയിൽ കൈവച്ചു കരഞ്ഞു. ക്ഷമിക്കൂ അമ്മേ, അറിയാതെയല്ലേ ചെയ്തത്. ഇതുവരെ രാമനാണ് ഞങ്ങളുടെ അച്ഛനെന്ന് അമ്മ ഒരിക്കൽ പോലും പറഞ്ഞു തന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ വിധം ചെയ്യാൻ തോന്നിയത്. ഈ മഹാപാപത്തിൽ നിന്ന് ഞങ്ങൾക്കും ഇനി മോചനമില്ല. ഞങ്ങളും അഗ്നിയിൽ വീണ് മരിക്കും. ആദ്യം ഞാൻ അഗ്നിപ്രവേശനം ചെയ്യട്ടെ, പിന്നെ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്ന് സീതാദേവി പറഞ്ഞു. മൂവരും യമുനാ തീരത്തു ചെന്ന് 3 അഗ്നികുണ്ഡങ്ങൾ നിർമ്മിച്ചു. അവയിൽ അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നിജാലകൾ ആകാശത്തേക്ക് ഉയർന്നു. യമുനയിൽ കുളിച്ചു വന്ന് പവിത്ര വസ്ത്രങ്ങൾ അണിഞ്ഞ് മൂവരും അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം വെച്ചു. ചിത്രകൂട പർവ്വതത്തിലുള്ള തപോധനൻ വാൽമീകി പുകപടലം കണ്ട് വിസ്മയിച്ചു. അദ്ദേഹം തർപ്പണം നടത്തുമ്പോൾ തർപ്പണജലം രക്തമയമായി കണ്ടു. ലവനും കുശനും ആപത്തിൽ പെട്ടിരിക്കുന്നുവെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തപോവനത്തിലേക്ക് തിരികെ വന്നു. 6 മാസം സഞ്ചരിക്കേണ്ട ദൂരം നിമിഷനേരം കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞു. 3 പേരും അഗ്നിപ്രവേശനം ചെയ്യാൻ ഒരുങ്ങുന്നതാണ് അദ്ദേഹം കണ്ടത്. മുനി പെട്ടെന്ന് സീതയുടെ മുമ്പിൽ ചെന്നു. പരുന്തും കഴുകനും കുറുക്കനും ബഹളം വെക്കുന്നു. യമുനയിലെ തിരമാലകൾ കളകളം പൊഴിക്കുന്നു. മുനി ചോദിച്ചു, സീതേ, എന്താപത്താണ് ഇവിടെ ഉണ്ടായത്? സീത പറഞ്ഞു, മഹർഷേ, കാരണമറിയില്ല. അങ്ങയുടെ ലവകുശന്മാർ മഹാരണം നടത്തി. രണത്തിൽ രാഘവന്മാർ 4 പേരും മരിച്ചു. ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും പറയാൻ തന്നെ കഴിയുന്നില്ല. ലവനും കുശനും പിതൃഹത്യ ചെയ്തു. ഇത്രയും നാൾ അങ്ങയുടെ പ്രസാദ നിമിത്തം എല്ലാം ഭംഗിയായിരുന്നു. അങ്ങാണിവരെ ധനുർവിദ്യ പഠിപ്പിച്ചത്. അവർ ആ വിദ്യ കൊണ്ട് വംശത്തെയാകെ നശിപ്പിച്ചിരിക്കുന്നു. എനിക്കിനി ജീവിതമില്ല. രഘുനാഥനില്ലാതെ ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ അഗ്നിയിൽ പ്രവേശിക്കുകയാണ്. വാൽമീകി പറഞ്ഞു, സീതേ, ജീവൻ വെടിയരുത്. രാഘവന്മാർ 4 പേരെയും ഇപ്പോൾ ജീവിപ്പിക്കാം. യുദ്ധത്തിൽ മരിച്ചു വീണവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. നീ ക്ഷമിക്കൂ. 2 പുത്രന്മാരെയും കൊണ്ട് ആശ്രമത്തിലേക്ക് ചെല്ലുക. ഞാൻ പ്രഭുവിൻ്റെ പാദങ്ങൾ കണ്ടിട്ട് ആശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളാമെന്ന് ദേവി പറഞ്ഞു. മുനി ധ്യാനത്തിലിരുന്നു. 3 ലോകങ്ങളിലെയും എല്ലാ കാര്യവും മുനിക്കറിയാം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന മൃതസഞ്ജീവനി ജലം ധ്യാനത്താൽ നിർമ്മിച്ചു.
ശിഷ്യന്മാരോട് പറഞ്ഞു, നോക്കൂ, സൈന്യങ്ങൾ വീണു കിടക്കുന്നിടത്തൊക്കെ ഇത് കൊണ്ടുപോയി തളിക്കുക. മന്ത്രം ജപിച്ച് ജലം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. മുനിയുടെ മന്ത്രബലത്താൽ എല്ലാവരും എഴുന്നേറ്റു. ആർക്കും ഒരു മുറിവ് പോലുമില്ല. മുനി പറഞ്ഞു, സീതേ, സൈന്യത്തിൻ്റെ കോലാഹലം കേട്ടില്ലേ? ഇതാ എല്ലാവർക്കും ജീവൻ തിരികെ കിട്ടി. അവർ എഴുന്നേറ്റിരിക്കുന്നു. ഇനി 2 പുത്രന്മാരെയും കൂട്ടി ആശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളുക. സീതയും ലവനും കുശന്മാരും വാൽമീകിയെ നമസ്കരിച്ചു. ആരുടെയും കണ്ണിൽപ്പെടാതെ ആശ്രമത്തിലേക്ക് മടങ്ങി. സീതയെ പവനനന്ദനൻ തിരിച്ചറിഞ്ഞെങ്കിലും വാൽമീകി ഉടൻ തന്നെ മറച്ചു. വാൽമീകി ശ്രീരാമനോട് സംസാരിച്ചു. 4 സഹോദരന്മാരും മുനിയെ വന്ദിച്ചു. ശ്രീരാമചന്ദ്രൻ മഹർഷിയോട് പറഞ്ഞു, മഹർഷിയെ, അങ്ങയുടെ പ്രസാദത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടു. വലിയ ആപത്തിലാണ് അകപ്പെട്ടത്. അവർ ആരുടെ പുത്രന്മാരാണ് എന്നറിയാൻ ആഗ്രഹമുണ്ട്. മുനി പറഞ്ഞു, ഞാൻ തപോവനത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ ആരുടെ പുത്രന്മാരാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഞാൻ അവരെ കണ്ട് വിവരങ്ങൾ അറിയാം. രഘുനാഥൻ ഇപ്പോൾ കുതിരയും കൊണ്ട് പൊയ്ക്കൊള്ളുക. വാൽമീകി പറയുന്നു, കുതിരയെ തിരികെ കൊണ്ടുവന്നു. യാഗം മുഴുവനാക്കി ബ്രാഹ്മണർക്ക് ബഹുവിധ ധനങ്ങൾ ദാനം ചെയ്തു. ദുഷ്കരമായ മഹായജ്ഞം സമാപിക്കുമ്പോഴേക്കും അവിടെ വാൽമീകി മഹർഷി എത്തിച്ചേർന്നു. മുനിയെ കണ്ട് രാമൻ എഴുന്നേറ്റു, പൂജകൾ ചെയ്തു, ഭദ്രപീഠം നൽകി ആദരിച്ചു. 1200 ശിഷ്യന്മാർ മുനിയോടൊപ്പം എത്തിയിട്ടുണ്ട്. ലവകുശന്മാരും അവരുടെ കൂടെ വന്നിട്ടുണ്ട്. 2 പേരും മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെ. രാമൻ മുനിക്കും ശിഷ്യന്മാർക്കും ദിവ്യവസതികൾ ഏർപ്പാടാക്കി. ലവൻ കുശന്മാരും വാൽമീകിയും ആലോചനയിലാണ്. ലവ, കുശ, നിങ്ങൾ എന്നിൽ നിന്നും ധനുർവിദ്യയും സംഗീതവിദ്യയും പഠിച്ചിട്ടുണ്ട്. സാക്ഷാൽ വിഷ്ണുവും ത്രിലോകനാഥനുമായ രാമനെ നിങ്ങൾ ജയിച്ചു. ധനുർവിദ്യയിൽ നിങ്ങൾ സമർത്ഥന്മാരാണെന്ന് തെളിയിച്ചു. രാമായണവും സംഗീതവിദ്യയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അനവധി രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. 2 പേരും ചേർന്ന് രാമായണം ആലപിക്കണം. സരസ്വതീ ദേവിയുടെ അനുഗ്രഹമുള്ളവർ ലോകത്തിൽ പ്രസിദ്ധരായിത്തീരും. രാമൻ സദസ്സിൽ വന്നിരിക്കുമ്പോൾ രാമായണം ആലപിക്കണം. ആരാണ് എന്ന് ചോദിച്ചാൽ വാൽമീകിയുടെ ശിഷ്യർ എന്ന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. 2 പേരും മധുരസ്വരത്തിൽ രാമായണം പാടണം. സീതാപരിത്യാഗ കഥ പാടുമ്പോൾ രാമനെപ്പറ്റി നിന്ദാവചനങ്ങൾ പറയരുത്. പരമപണ്ഡിതനും ലോകനാഥനുമായ രാമനെപ്പറ്റി ചീത്തവാക്കുകൾ പറയുന്നത് ഉചിതമല്ല. ജടാഭസ്മാദികൾ അണിഞ്ഞ് താപസി വേഷത്തിൽ വേണം പാടാൻ. രാത്രി കഴിഞ്ഞു, നേരം പുലർന്നു. കുമാരന്മാർ താപസിയുടെ വസ്ത്രം ധരിച്ചു. അവരുടെ കാന്തി എല്ലാവരെയും ആകർഷിച്ചു. കയ്യിൽ വീണയുമായി ഇറങ്ങി. വഴിയിലും സദസ്സിലും മൈതാനത്തിലുമൊക്കെ രാമായണം പാടി. മധുരസ്വരം കേട്ടവരൊക്കെ മുന്നിൽ വന്നിരുന്നു. മന്ത്രിമാർ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, 2 കുട്ടികൾ മധുരമായ സ്വരത്തിൽ ഗാനം ആലപിക്കുന്നു. അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ. രാമൻ അനുവാദം കൊടുത്തു. 2 കുമാരന്മാരും യജ്ഞശാലയിൽ വന്നു. വീണയും കയ്യിലേന്തി അവർ രാമായണം പാടാൻ തുടങ്ങി. അത് കേൾക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ ഒരിടത്ത് ഒത്തുകൂടി. യജ്ഞകർമ്മങ്ങൾ കഴിഞ്ഞ് ശ്രീരാമൻ ശുദ്ധസ്ഥലത്ത് വന്നിരുന്നു. പണ്ഡിതന്മാർ മുന്നിലും സ്ഥലം പിടിച്ചു. ഗന്ധർവന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ തുടങ്ങിയവർ 4 വശത്തും വന്നുകൂടി. സഹോദരന്മാർ 2 പേരും വീണമീട്ടി പാടിത്തുടങ്ങി. സദസ് ആ മധുരഗീതത്തിൽ മതിമറന്ന് സന്തോഷിച്ചു. രാഘവന്മാർ 4 പേരും ഗീതം മനസ്സുവെച്ചു കേട്ടു. വൽക്കലവും ജടയുമണിഞ്ഞ രാമൻ്റെ ഛായയുള്ള 2 കുമാരന്മാർ, എന്നാൽ തപസ്വിയുടെ വേഷം. രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും യുദ്ധത്തിൽ യമനെ പോലെ തങ്ങളെ നേരിട്ട ധീരന്മാരാണ് ഇവർ എന്ന് തിരിച്ചറിഞ്ഞു. ഇവർ ആരായിരിക്കുമെന്ന് ഓരോ നിമിഷവും ആലോചിച്ചു കൊണ്ടേയിരുന്നു. കേട്ടും പറഞ്ഞും ആലോചിച്ചും എല്ലാവരും തീരുമാനിച്ചു, ഇവർ 2 രാമൻ്റെ പുത്രന്മാർ തന്നെ. ആദ്യ ദിവസം 20 ഗാനങ്ങൾ പാടി. സുസ്വരവും പ്രസന്നവും രസപ്രദവുമായ ഗാനം തീർന്നപ്പോൾ രാമൻ ഗായകർക്ക് സമ്മാനം കൊടുക്കുവാൻ പറഞ്ഞു.
80,000 താലം സ്വർണം സമ്മാനമായി നൽകി. വസ്ത്രവും അലങ്കാരവും പുഷ്പമാലയും നൽകി. ഗായകന്മാർ പറഞ്ഞു, വസ്ത്രാലങ്കാരങ്ങൾ ഞങ്ങൾക്കെന്തിന്, ഭണ്ഡാരത്തിൽ തന്നെ ഇരിക്കട്ടെ. ശ്രീരാമൻ ചോദിക്കട്ടെ, ആരുടെ കവിതയാണ് ഈ രചന? അറിയാമെങ്കിൽ പറയുക. ഗായകന്മാർ എഴുന്നേറ്റു തൊഴുകയ്യോടെ പറഞ്ഞു തുടങ്ങി. രഘുനന്ദന കേട്ടാലും. 24,000 ശ്ലോകങ്ങളിൽ 500 സർഗങ്ങളുള്ള കാവ്യഗ്രന്ഥമാണ് രാമായണം. രാമായണം കേട്ടാൽ സർവപാപവും തീരും. പുത്രന്മാരില്ലാത്തവർക്ക് പുത്രന്മാരുണ്ടാകും. അഭിലാഷങ്ങൾ സഫലമാകും. രാമൻ ചെയ്തതുപോലെയുള്ള അശ്വമേധങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന അത്ര പുണ്യഫലം ഉണ്ടാകും. രാമ, അങ്ങ് ജനിക്കുന്നതിന് 6000 വർഷം മുമ്പ് അനാഗത പുരാണമായി വാൽമീകി രാമായണം രചിച്ചു. ശ്രീരാമ, ആദികാണ്ഡത്തിൽ അങ്ങയുടെ ജന്മകഥ, അയോധ്യാകാണ്ഡത്തിൽ അഭിഷേക പ്രസ്താവം, വനവാസയാത്ര, പൗരസഞ്ചയ വിലാപം, ദശരഥ മൃത്യു, ആരണ്യകാണ്ഡത്തിൽ സീതാ അപഹരണം, വിരഹതാപം, കിഷ്കിന്ധാകാണ്ഡത്തിൽ സുഗ്രീവ സഖ്യം, ബാലിവധം, സുന്ദരകാണ്ഡത്തിൽ സാഗരലംഘനം, യുദ്ധകാണ്ഡത്തിൽ രാവണ നിഗ്രഹം, വിഭീഷണാഭിഷേകം, പ്രത്യാഗമനം, രാജ്യാഭിഷേകം, പിന്നീട് ഉത്തരകാണ്ഡത്തിൽ 17,000 വർഷകാലത്തെ രാമരാജ്യഭരണം, സീതാ പരിത്യാഗം, ലവകുശ ജനനം, രാമായണ ശിക്ഷ, ലക്ഷ്മണ പരിത്യാഗം, സ്വർഗവാസം എന്നിങ്ങനെ അങ്ങയുടെ കഥ മുഴുവൻ വാൽമീകി മഹർഷിയല്ലാതെ മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? ഉത്തരം കേട്ടപ്പോൾ കുമാരന്മാർ സ്വന്തം പുത്രന്മാരാണെന്ന് രഘുപതി അനുമാനിച്ചു. 1 മാസം ഗാനാലാപം കഴിഞ്ഞപ്പോൾ രാമൻ ചോദിച്ചു, നിങ്ങൾ ആരുടെ പുത്രന്മാരാണ്? ലവകുശന്മാർ വ്യാജമായി ഇങ്ങനെ പറഞ്ഞു, പിതാവിൻ്റെ പേര് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, അമ്മയുടെ പേര് സീത എന്നാണ്. വാൽമീകിയുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ, അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ല. രഘുപതി ശ്രീരാമചന്ദ്രൻ 2 പേരെയും വാരിയെടുത്ത് മടിയിൽ വെച്ചു. മറ്റു പത്നിമാരില്ല, സന്തതികളില്ല. ഏതോ പാപശക്തിയാൽ ഗർഭിണിയായിരുന്ന സീതയെ രഘുപതി ഉപേക്ഷിച്ചു. ശ്രീരാമൻ പറഞ്ഞു, ഹേ ജ്ഞാനധനനായ വാൽമീകി, ഭൂതഭാവി വർത്തമാനങ്ങൾ അറിയുന്ന അങ്ങ് ഇതൊന്നും എന്നോടിതുവരെ പറഞ്ഞില്ലല്ലോ. സീതയെ കൂട്ടിക്കൊണ്ടുവരൂ, പരീക്ഷ നടത്താം. വന്നിരുന്നവരും കേട്ടവരുമൊക്കെ സന്തോഷിച്ചു. സ്ത്രീ പുരുഷ വൃദ്ധ ശിശുഭേദമില്ലാതെ ഏവരും മുമ്പോട്ട് വന്നു. എല്ലാ കുലവധുക്കളും സീതാ പരീക്ഷ എന്നു കേട്ട് വന്ന് നിരന്നു നിന്നു. ശ്രീരാമൻ സീതയുടെ ഉള്ളറിയുന്നില്ല. എന്തിനാണ് വനവാസം നൽകിയത്? എന്തിനാണ് പരീക്ഷ? 3 വൃദ്ധനാരികൾ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ മുമ്പോട്ട് വന്ന് രാമനോട് പറഞ്ഞു, സാഗരത്തിനരികെ ലങ്കയിൽ വെച്ച് പരീക്ഷ നടത്തി. സീതയുടെ സത്യം അറിഞ്ഞതല്ലേ, ഇനി എന്തിനാണ് വീണ്ടും പരീക്ഷ? സീതയുടെ പിതാവ് ധന്യനായ ജനകന് ഇനിയും സന്താപമുണ്ടാക്കരുത്. സീതയെ നിനക്കറിയില്ലേ, മഹാലക്ഷ്മിയാണവൾ, ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. സീതയെ സ്വീകരിച്ച് ശാന്തമായി ഗൃഹത്തിൽ വസിക്കൂ രാമ, ജനക മഹാരാജാവിന് സന്തോഷമാകട്ടെ. അമ്മയോട് രാമൻ പറഞ്ഞു, അമ്മേ, പരീക്ഷ ചെയ്തില്ലെങ്കിൽ ലോകർ വീണ്ടും അപവാദം പറയും. നമ്മൾ എത്ര നല്ലതാണോ അതൊന്നും ജനം തിരിച്ചറിയില്ല. ഞാൻ മഹാരാജാവല്ലേ, ജനത്തിനെ തൃപ്തിപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? മഹാരാജാ ജനകന് എല്ലാം അറിയാം, അദ്ദേഹത്തിന് വിരോധമാവില്ല. പരീക്ഷ നടന്നാൽ എല്ലാവർക്കും ബോധ്യമാകും. രാജാവ് ഭാര്യയെ വിചാരണ ചെയ്തില്ലെങ്കിൽ സ്ത്രീകളുടെ അനാചാരം കൂടി സമുദായം ദുഷിക്കുമെന്ന് വീണ്ടും ആളുകൾ പറയും.
രഘുനാഥൻ ഇങ്ങനെ നിഷ്ഠൂരമായി പറഞ്ഞപ്പോൾ റാണിമാർ വിലപിച്ചുകൊണ്ട് തിരികെ പോയി. ശ്രീരാമൻ പറഞ്ഞു, വാൽമീകി മഹർഷിയെ അങ്ങ് സുമന്ത്രരെയും കൂട്ടി രഥത്തിൽ സ്വദേശത്തേക്ക് പോകൂ. സീതയെ രഥത്തിൽ കൂട്ടിക്കൊണ്ടുവരൂ. രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് വാൽമീകി തപോവനത്തിലെത്തി. സീത മുനിയോട് ചോദിച്ചു, പിതാവും പുത്രന്മാരും എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ആ കഥയൊക്കെ മുനി വിസ്തരിച്ചു പറഞ്ഞു. മഹർഷി പറഞ്ഞു, ജാനകി, ഞാൻ പറയുന്നത് കേൾക്കൂ. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് എന്നോടൊപ്പം അയോധ്യയിലേക്ക് വരണം. സത്യപരീക്ഷ കാണാൻ ദേവന്മാരൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമേ ഒരു പരീക്ഷയെ നേരിട്ടതാണ്. വീണ്ടും പരീക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് നിന്റെ വിധി. അന്ന് ദേവന്മാരൊക്കെ പറഞ്ഞതാണ്. രാമൻ ആരുടെ വാക്കും ചെവിക്കൊണ്ടില്ല. മുനി ജാനകിയോട് ഇങ്ങനെ പറഞ്ഞു. സീതയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ജാനകിക്ക് ദുഃഖം താങ്ങാനായില്ല. താപസ കന്യകമാരോട് വിട ചോദിച്ചു. മുനിപത്നി പറഞ്ഞു, ലക്ഷ്മി, നീ എന്നെ വിട്ട് പോവുകയാണോ? ഹൃദയത്തിൽ ശൂലം കുത്തിയതുപോലെ വേദനിക്കുന്നു. എനിക്കിനി കൂടെ കൂടെ ജാനകി എന്ന് വിളിക്കാൻ കഴിയുകയില്ലല്ലോ. നിന്റെ മധുരവചനങ്ങൾ കേൾക്കാൻ കഴിയുകയില്ല. സീത രഥത്തിൽ കയറി പുറപ്പെട്ടു. വാൽമീകിയുടെ തപോവനത്തിൽ വിലാപമുയർന്നു. ജാനകി തപോവനം വെടിഞ്ഞുപോയി. സീത എവിടേക്ക് ചെല്ലുന്നുവോ ആ പുരിയിലാണ് തെളിച്ചം. സീത വന്നിറങ്ങിയതും സഭയും നഗരവും കൊട്ടാരവും തിളങ്ങി. അയോധ്യയിൽ ജയ് സീതാറാം വിളികൾ മുഴങ്ങി. എന്തു പറയാനെന്നല്ലാതെ രൂപമാധുരിയെപ്പറ്റി ആർക്കുമൊന്നും പറയാനില്ല. കണ്ടവർ മയങ്ങിപ്പോയി. വാൽമീകി രാമനോട് പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കൂ രാമ. അന്നപാനങ്ങൾ വെടിഞ്ഞ് കുറേയേറെ കൊടും തപം ചെയ്തവനാണ് ഞാൻ. സീതയുടെ ശരീരത്തിൽ ഒരു പാപവുമില്ല. മഹാസതിയാണ് സീത. പാപബുദ്ധിയില്ലാത്ത പരമപവിത്രയാണ് സീതയെന്ന് ത്രിലോകങ്ങളിലും പ്രസിദ്ധമാണ്. ഒന്നും ആലോചിക്കാനില്ല. സീതയെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ലവനും കുശനും സീതയുടെ പുത്രന്മാരാണ്. അവരെയും സ്വീകരിക്കൂ. ശ്രീരാമൻ കൈകൂപ്പിക്കൊണ്ട് മുനിയോട് പറഞ്ഞു, ശ്രീരാമൻ്റെ ചരിത്രം അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. അഗ്നിശുദ്ധി ചെയ്തുകൊണ്ടാണ് സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുവന്നത്. എനിക്കും അറിയാം സീതയുടെ ശരീരത്തിലോ മനസ്സിലോ പാപമില്ലെന്ന്. പക്ഷേ ഇത് വിധിയുടെ നിർബന്ധമാണ്. ഇനിയൊന്നും അങ്ങ് പറയരുത്. സഭയിൽ സീതയുടെ പരീക്ഷ നടക്കട്ടെ. രാമൻ പിന്നെ സീതയോട് പറഞ്ഞു, സീതയെ കേൾക്കൂ. 3 ലോകത്തിലെയും ജനങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ പരീക്ഷ ദേവന്മാർ കണ്ടതാണ്. ലോകം കണ്ടിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വീണ്ടും പരീക്ഷ നടത്തണം. കണ്ടാൽ ലോകം അത്ഭുതപ്പെട്ടു പോകണം. സീത കൈകൂപ്പിക്കൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് ഈ ജീവിതത്തിൽ ഇനി എന്ത് താല്പര്യം രഘുനാഥ? അങ്ങ് പറഞ്ഞതനുസരിച്ച് ദേവന്മാർ കാണുകെ അഗ്നിയിൽ പ്രവേശിച്ചു. ദേവന്മാർ പറഞ്ഞതെന്താണെന്ന് അങ്ങ് കേട്ടല്ലോ. എന്നെ ആശ്വസിപ്പിച്ചു ദേശത്തേക്ക് കൊണ്ടുപോകൂ എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നോട് പോലും പറയാതെ വനത്തിലേക്ക് അയച്ചു. മഹാദേവിയായി മുനികളോടൊത്ത് ഫലമൂലങ്ങൾ കഴിച്ചും ഉപവസിച്ചും ജീവിച്ചു. ഭർതൃഗൃഹത്തിലും പിതൃഗൃഹത്തിലും സ്ഥാനം കിട്ടിയില്ല. അഗ്നിപരീക്ഷ നടത്തി അപമാനം ഏറ്റുവാങ്ങി. ബ്രഹ്മാവ് വന്നു പറഞ്ഞു, മരിച്ച അച്ഛൻ നേരിട്ട് വന്നു പറഞ്ഞിട്ടാണ് എന്നെ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്ന്. അയോധ്യയിൽ എത്ര കുലവധുക്കൾ വീണ്ടും വീണ്ടും അഗ്നിപരീക്ഷ നേരിടാൻ ഈ സഭയിൽ വന്നിട്ടുണ്ട്. താങ്കൾ സർവഗുണസമ്പന്നൻ, പണ്ഡിതൻ, വിചാരശീലൻ. നല്ലവണ്ണം ആലോചിച്ചിട്ട് പരീക്ഷ നടത്തുകയാണ് ഉചിതം. മുമ്പിൽ നോക്കിയില്ലെങ്കിൽ കുഴിയിൽ ചാടും. ജീവിക്കാനാവുകയില്ല. ഇന്നത്തെ കൊണ്ട് നിങ്ങളുടെ ലജ്ജയും അപമാനവും പോകട്ടെ. ഇനി നിങ്ങൾ ജാനകിയുടെ മുഖം കാണുകയില്ല. എന്നെക്കുറിച്ച് അനവധി അപവാദങ്ങൾ പരന്നിട്ടുണ്ട്. പരീക്ഷ നേരിടാൻ വീണ്ടും വീണ്ടും സഭയിൽ വരുന്നു. ഇനിയും എനിക്കുണ്ടാകുന്ന ജന്മങ്ങളിലൊക്കെ പ്രഭോ അവിടുന്ന് തന്നെ ആയിരിക്കട്ടെ എൻ്റെ പ്രാണനാഥൻ. സീത സഭയിൽ ഇങ്ങനെ പറഞ്ഞത് എല്ലാവരും കേട്ടു. സീത ലജ്ജയോടെ തൻ്റെ മാതാവായ ഭൂമിദേവിയെ വിളിച്ചു. മകളുടെ ലജ്ജ അമ്മയ്ക്കും ലജ്ജ തന്നെ. ജീവിതത്തിൽ എത്രയെത്ര ദുഃഖങ്ങളാണമ്മേ ഞാൻ സഹിച്ചത്. ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ അവിടുത്തെ ഉദരത്തിൽ ധരിച്ചത് ഓർമ്മയില്ലേ? അവിടുത്തെ പാദങ്ങളിൽ ഇനിയും ഞാൻ അപേക്ഷിക്കുകയാണ്. സീതാദേവിയുടെ ഈ സ്തുതി സപ്തപാതാളങ്ങളിലും വസുമതി കേട്ടു.
സീതയെ എടുക്കുവാനായി വസുന്ധരാദേവി മുമ്പോട്ട് വന്നു. സപ്തപാതാളങ്ങളിലും ഒരു ദ്വാരം വീണു. 10 ദിക്കുകളെയും ദീപ്തമാക്കിക്കൊണ്ട് പെട്ടെന്ന് ഒരു സിംഹനാദം ആ ദ്വാരത്തിലൂടെ ഉയർന്നു വന്നു. വിവിധ വസ്ത്രാലങ്കാര ഭൂഷിതയായ വസുന്ധരയെ സ്ത്രീരൂപത്തിൽ ആ സിംഹാസനത്തിൽ കണ്ടു. മകളെ എന്ന് വിളിച്ചുകൊണ്ട് കൈനീട്ടി സീതയെ തോളിൽ പിടിച്ചുയർത്തി സിംഹാസനത്തിലിരുത്തി. രാമൻ ലോകർ എന്തു പറയുമെന്നോർത്ത് പരീക്ഷ നടത്താൻ നോക്കി. ആ ലോകത്തെയും കൊണ്ട് രാമൻ സുഖമായി ജീവിച്ചു കൊള്ളട്ടെ. അമ്മയും മകളും പാതാളത്തിൽ ജീവിച്ചുകൊള്ളും. സീതയ്ക്ക് 2 കുമാരന്മാരെയും വേണ്ട. ശ്രീരാമനെ നോക്കിക്കൊണ്ട് പാതാളത്തിലേക്ക് പോകുന്ന സീതയെ പിടിച്ചു നിർത്താൻ രാമൻ മുമ്പോട്ട് വന്നു. രാമന് തലമുടിയിലാണ് പിടികിട്ടിയത്. പാതാളത്തിൽ ചെന്ന് സ്വരൂപം ധരിച്ച വൈദേഹി ലക്ഷ്മി ദേവിയായി വൈകുണ്ഠത്തിലേക്ക് പോയി. ഹരേ കൃഷ്ണ. ദേവന്മാർക്ക് സന്തോഷമായി. അയോധ്യ നഗരത്തിൽ കൂട്ടക്കരച്ചിലുയർന്നു. ശ്രീരാമന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ലോകം മുഴുവൻ കരഞ്ഞു. സീതയുടെ ചരിത്രം കേൾക്കുന്നവർക്ക് അനവധി പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞു. പാപം തീണ്ടുകയില്ല ആ കഥ കേൾക്കുന്നവർക്ക്. ലവകുശന്മാരുടെ കയ്യിൽ നിന്നും വീണ താഴെ വീണു. അവർ ഭൂമിയിൽ കിടന്നുരുണ്ടുകൊണ്ട് ജാനകി ദേവിയെ വിളിച്ച് കരഞ്ഞു. മുത്തശ്ശിമാരും ചെറിയച്ഛന്മാരും സകലരും വിചാരിച്ചിട്ടും ലവകുശന്മാരെ സ്വാന്തനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവസാനം അവർ രാമൻ്റെ അടുത്തേക്ക് ചെന്നു. അവരെ കണ്ടപ്പോൾ രാമൻ തന്നെ കരഞ്ഞുപോയി. അതുകൊണ്ട് ഒടുവിൽ വാൽമീകിയുടെ അടുത്തു കൊണ്ടുപോയി. ഭൂമിയെ പിളർക്കാനായി ശ്രീരാമചന്ദ്രൻ ശരം തൊടുത്തു. അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് രാമനോട് പറഞ്ഞു, രാമ, അവിടുന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഭൂതഭവ്യ ഭവിഷ്യത്തുകൾ അറിയുന്ന വാൽമീകി അവിടുത്തെ കഥ പറയുന്നു. രാമായണം വായിക്കുന്നവരുടെ ദുഃഖങ്ങളൊക്കെ അകലും. അനാഥർക്ക് നാഥനും സകലർക്ക് ആശ്രയവുമാണങ്ങ്. ഭൂമി പിളർന്നാൽ അപഖ്യാതി ഉണ്ടാകും. ജാനകിയുടെ ദുഃഖത്തെക്കുറിച്ച് അങ്ങ് വിഷമിക്കേണ്ട. ഭൂമിദേവി ജാനകിയെക്കുറിച്ച് ഓർത്ത് ആകെ ദുഃഖിതയാണ്. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും ഋഷികളും അങ്ങയോടൊത്ത് രാമായണം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സർവ്വലോകത്തിലും രാമായണം അതിസുഖത്തോടെ എല്ലാവരും കേൾക്കുന്നു. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമനെ ആശ്വസിപ്പിക്കാൻ ഭൂമിയും വന്നു. ഭൂമിദേവി പറഞ്ഞു, ശ്രീരാമ, എന്നോട് കോപിക്കണ്ട. തലയിൽ എഴുതിയതൊക്കെ അനുഭവിച്ചു തന്നെ തീരണം. എന്തു ദോഷത്തിനാണ് എൻ്റെ മകളെ വനവാസത്തിന് അയച്ചത്? എന്തിനാണ് വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നത്? എൻ്റെ അടുത്ത് ഒട്ടും നിന്നില്ല. പാതാളത്തിലെത്തിയ ഉടൻ തന്നെ ലക്ഷ്മി ഭഗവതിയായി വൈകുണ്ഠത്തിലേക്ക് പോയി ജാനകി. നാഗലോകത്തിൽ ഒരു കല, സീതയായി ഒരു കല, അങ്ങനെ 3 ലോകത്തിലും സീത സഞ്ചരിച്ചു. സീതയെക്കുറിച്ചോർത്ത് അങ്ങ് ദുഃഖിക്കണ്ട. ഈ ലോകത്തിൽ സീതയെ ഇനി അങ്ങ് കാണുകയില്ല. വൈകുണ്ഠത്തിൽ ചെന്ന് മഹാലക്ഷ്മിയോട് സംസാരിക്കാം. സീത ഒരുവളെ തൊട്ടാൽ ആ സ്ത്രീ സതിയായിത്തീരും. അത്ര പതിവ്രതയാണ് സീത. ഇങ്ങനെ ഭൂമിദേവി രാമനെ സ്വാന്തനപ്പെടുത്തുമ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞു, രാമ, സീതയെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ട. നന്നായി രാമായണം കേൾക്കുക. രഘുരാമൻ രാമായണം കേൾക്കാനിരുന്നു. കുമാരന്മാർ 2 പേരും ആലപിച്ചു. യജ്ഞസമാപനത്തിലെ ഗീതമേ ഇനി ബാക്കിയുള്ളൂ. ആ ഗീതം ആലപിച്ചു. രാമൻ കാലപുരുഷനെ കാണുന്നു. സംസാരം വിട്ട് രാമന് പോകുവാൻ സമയമായി. ദുർവാസാവ് വന്ന് കോപത്തോടെ നിൽക്കുന്നു. രാമൻ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു. രാമനും സംസാരം ഉപേക്ഷിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് വാൽമീകി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഇത് കേട്ട് ശ്രീരാമചന്ദ്രൻ അതീവ ദുഃഖിതനായി. യജ്ഞം സമാപിക്കുകയായി. ബ്രാഹ്മണരെല്ലാവരും ദാനം സ്വീകരിച്ചു. മുനിമാർ സന്തുഷ്ടരായി. സ്വന്തം ആശ്രമത്തിലേക്ക് പോയി. വിഭീഷണൻ യാത്ര പറഞ്ഞു ലങ്കയിലേക്ക് മടങ്ങി. എല്ലാവരും യാത്ര പറഞ്ഞ് സ്വദേശത്തിലേക്ക് പോയി. സീതയില്ലാത്ത ലോകം രാമന് ശൂന്യമായി തോന്നി. രാപകലില്ലാതെ കണ്ണീരൊഴുക്കിയിരിക്കുകയാണ് രാമൻ. ശ്രീരാമൻ്റെ മനസ്സിൽ മറ്റൊരു വിവാഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും സീതയെ സീതയെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും.
17,000 വർഷം രാജ്യം ഭരിച്ചു. 4 സഹോദരന്മാരുടെയും അമ്മമാർ മരിച്ചു. രാമൻ ഭണ്ഡാരത്തിലുള്ള ധനം പലവിധ ദാനങ്ങൾ ചെയ്തു. ക്രമത്തിന് ദശരഥൻ്റെ 700 പത്നിമാരും മരണമടഞ്ഞു. എല്ലാവരും സ്വർഗത്തിലെത്തി. ത്രേതായുഗത്തിൽ ഭക്തന്മാർക്ക് മുക്തി നൽകുവാനായി രാമൻ പിറന്നു. സജീവന്മാരോടും മിത്രങ്ങളോടുമൊത്ത് രാജ്യകാര്യം നടത്തി. കേകയ ദേശത്തു നിന്ന് ഒരു ദ്വിജൻ അയോധ്യയിൽ വന്നു. നെയ്യ്, തൈര്, മധുര പലഹാരങ്ങൾ മുതലായവ വളരെയധികം കൊണ്ടുവന്നു. മൃഗങ്ങൾ, പക്ഷികൾ എന്തൊക്കെ കൊണ്ടുവരാമോ അതൊക്കെ കൊണ്ടുവന്നു. എല്ലാം ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ലോമശൻ എന്ന ഗന്ധർവൻ എൻ്റെ രാജ്യത്ത് ഉപദ്രവങ്ങൾ ചെയ്യുന്നു. രാമൻ വന്ന് അവനെ അമർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഭരതനെ അയക്കണം. ബ്രാഹ്മണൻ കേകയ രാജാവിൻ്റെ സന്ദേശം അറിയിച്ചു. അമ്മാവൻ്റെ സന്ദേശം കേട്ട് രാമന് സന്തോഷമായി. ഭരതനെ വിളിച്ചു. ദൂതൻ പറഞ്ഞ വിവരങ്ങൾ പറഞ്ഞു. ഭരതൻ 2 പുത്രന്മാരുമൊത്ത് കേകയത്തിലേക്ക് പോയി. ഗന്ധർവന്മാരെ ജയിച്ചതിനു ശേഷം ഭരതൻ 2 പുത്രന്മാർക്കും അഭിഷേകം ചെയ്തു. പുഷ്കരദേശത്തിൽ പുഷ്കരനെയും തക്ഷശിലയിൽ തക്ഷകനെയും രാജാവായി വാഴിച്ചു. 12 വർഷം പുഷ്കരന് പിൻബലം നൽകിയിട്ട് ഭരതൻ തിരികെ വന്നു. അതേപ്രകാരം ലക്ഷ്മണനന്ദനന്മാരായ അംഗദനെയും ചന്ദ്രകേതുവിനെയും രാജ്യം നൽകി വാഴിക്കാൻ നിർദ്ദേശിച്ചു. മല്ലദേശം അംഗദനും അശ്വദേശം ചന്ദ്രകേതുവിനും നൽകി. ശത്രുഘ്നനന്ദനന്മാരായ ശത്രുഘാതി, സുബ്രാഹു എന്നീ 2 പേരെയും മധുരാപുരിയിലെ രാജാക്കന്മാരായി വാഴിച്ചു. ലവനെയും കുശനെയും അയോധ്യയിലും നന്ദിഗ്രാമത്തിലും രാജ്യാഭിഷേകം ചെയ്തു. ഇങ്ങനെ ശ്രീരാമൻ 8 കുമാരന്മാർക്കായി 8 രാജ്യം നൽകി. 11,000 വർഷത്തെ രാമൻ്റെ ഭരണകാലത്ത് ജനങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ജീവിച്ചു. സംസാര വിനാശകനായ കാലപുരുഷൻ സന്യാസി വേഷത്തിൽ അയോധ്യയിലെത്തി. രാമൻ സഭയിലും ലക്ഷ്മണൻ വാതിൽക്കലും. സഭാംഗങ്ങൾ സാധാരണ പോലെ ഉപവിഷ്ടരായി. കാലപുരുഷൻ പറഞ്ഞു, ഞാൻ ബ്രഹ്മാവിൻ്റെ ദൂതനാണ്. ബ്രഹ്മാവ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. എനിക്ക് രാമലക്ഷ്മണന്മാരോട് സംസാരിക്കാനുണ്ട്. ലക്ഷ്മണൻ രാമൻ്റെ അടുത്തു ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ ദൂതൻ പടിവാതുക്കൽ എത്തിയിരിക്കുന്നു. രാമൻ പറഞ്ഞു, ഉചിതമായ വിധം ആനയിക്കൂ. രാമാജ്ഞ അനുസരിച്ച് പുരസ്കാരങ്ങൾ നൽകി കാലപുരുഷനെ രാമൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാമൻ തൊഴുകൈയോടെ ചോദിച്ചു, എന്താണ് ആഗമനത്തിൻ്റെ ഉദ്ദേശം? കാലപുരുഷൻ പറഞ്ഞു, ഞാൻ അങ്ങയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരും കടന്നു വന്ന് നമ്മുടെ സംസാരം കേൾക്കാൻ പാടില്ല എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം പാലിക്കണം. അതിനാൽ വാതുക്കൽ കാവലിന് ഒരാളെ നിർത്തണം. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ആരും അകത്തേക്ക് കടന്നു വരാതെ ശ്രദ്ധിക്കണം. വാതിൽ കടന്ന് അകത്തു വരുന്നവരെ ഞാൻ ത്യജിക്കുമെന്ന് അറിയിക്കുക. ദൂതൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സത്യം ചെയ്തു, ലക്ഷ്മണ, വാതുക്കൽ നിൽക്കൂ. വിധിയുടെ നിശ്ചയങ്ങൾ നടപ്പിലാക്കുക തന്നെ വേണം. രാമനും കാലപുരുഷനും തമ്മിൽ സംഭാഷണം തുടങ്ങി. അവിടുന്ന് മർത്യനായി തുടർന്നാൽ വൈകുണ്ഠപുരിയിൽ സാന്നിധ്യം ഇല്ലാതാകും. സാധാരണ എൻ്റെ ദൂതന്മാർ വന്നാണ് സംസാരത്തിൻ്റെ നാശം വരുത്തുന്നത്. അങ്ങയുടെ മുമ്പിൽ ഞാൻ തന്നെ വന്നിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ സന്ദേശം കേൾക്കൂ രാമ. അങ്ങ് സംസാരം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങണം. ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ പറഞ്ഞു, ഞാൻ സംസാരം വെടിഞ്ഞു പോകാം. വിധിയുടെ കൽപ്പനകൾ ലംഘിക്കുന്നത് അല്ല. ബ്രഹ്മാവിൻ്റെ ഹിതമനുസരിച്ച് ദുർവാസ മഹർഷി സഭാഗൃഹത്തിൻ്റെ വാതുക്കൽ വന്നു ചേർന്നു. മഹർഷി പറഞ്ഞു, ഞാൻ അകത്തുപോയി ശ്രീരാമനോട് സംസാരിക്കാം. ലക്ഷ്മണൻ കൈകൂപ്പി അപേക്ഷിച്ചു, ജ്യേഷ്ഠൻ ബ്രഹ്മാവിൻ്റെ ദൂതനുമായി സംസാരിക്കുകയാണ്. ദാസനോട് കൃപ വേണം. രാമനോട് സംഭാഷണം ചെയ്ത് എന്ത് കാര്യം സാധിക്കണമോ ആ കാര്യം ഞാൻ നടത്തിത്തരാം, അങ്ങ് ആജ്ഞാപിച്ചാലും. ദുർവാസാവ് മഹർഷി കോപിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, എൻ്റെ ശാപം നേടാനാണോ നിന്റെ ആഗ്രഹം? ഞാൻ അയോധ്യാനഗരി ശപിച്ച് ചാമ്പലാക്കും. രാജ്യം മുഴുവൻ സംഹരിക്കും. ദശരഥൻ്റെ വംശം തന്നെ ഞാൻ ഇല്ലാതാക്കും.
മുനിയുടെ കോപം കണ്ട് ലക്ഷ്മണൻ വിചാരിച്ചു, എനിക്ക് സർവനാശം സംഭവിച്ചിരിക്കുന്നു. രാമൻ എന്നെ ഉപേക്ഷിക്കും. തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ല. വർജനവും മരണവും ഫലത്തിൽ ഒന്നു തന്നെ. ഞാൻ നിമിത്തം എന്തിന് വംശനാശം വരണം? എന്നെ വർജിച്ചാൽ ഞാൻ ഒരാളല്ലേ മരിക്കൂ? പിതൃവംശം നശിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാമൻ്റെ അടുത്തേക്ക് പോകാം. ലക്ഷ്മണൻ ആലോചിച്ചു, ഈ കാര്യങ്ങളൊക്കെ സുമന്ത്രർ വനത്തിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നല്ലോ. രാമൻ കാലപുരുഷനുമായി സംസാരിക്കുന്നിടത്തേക്ക് ദുർവാസാവിനെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മണൻ ചെന്നു. രാമൻ മഹർഷിയെ നമസ്കരിച്ചു ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ഉചിതമായ അമൃതതുല്യമായ ഭോജനം നൽകണം. 1 വർഷം നീണ്ട ഉപവാസത്തിനു ശേഷം വന്നിരിക്കുകയാണ് ഞാൻ. മുനിക്ക് ഭോജനം നൽകി. ഭോജനം കഴിഞ്ഞ് മുനി സ്വന്തം ആശ്രമത്തിലേക്ക് പോയി. ശ്രീരാമൻ വിചാരിച്ചു, മുനി ആപത്തിൽപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ സഹോദരനെ ഉപേക്ഷിക്കും? കാലപുരുഷനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മണൻ അകത്തേക്ക് വന്നു. സത്യം ലംഘിച്ചാൽ ജീവിതം വ്യർത്ഥമാകും. അങ്ങനെ ലക്ഷ്മണനെ ത്യജിക്കാൻ രാമൻ തീരുമാനിക്കുന്നു. വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയവരെയെല്ലാം രാമൻ വിളിച്ചു ചേർത്തു. അവരോടെല്ലാം ആലോചിച്ചു, സീതയെക്കാളും രാജ്യത്തെക്കാളും ധനത്തെക്കാളും എനിക്ക് പ്രിയപ്പെട്ട സഹോദരനാണ് ലക്ഷ്മണൻ. സീതയെ ഉപേക്ഷിച്ചിട്ട് പോലും ഞാൻ ജീവിച്ചു. ലക്ഷ്മണനെ ഉപേക്ഷിച്ചാൽ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. മുനിമാർ പറഞ്ഞു, രാമ, എന്താണ് ഈ പറയുന്നത്? ഈ സമയം ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ച് ജ്യേഷ്ഠൻ സത്യം പാലിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ അനാചാരമാകും. രാമൻ സഭയിൽ പറഞ്ഞു, ഞാൻ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നു. ലക്ഷ്മണന്റെ പിന്നാലെ ഞാനും പോവുകയാണ്. എല്ലാവരുടെയും കണ്ണിൽ നിന്നും വെള്ളം പൊടിഞ്ഞു. ശുഭയാത്ര ചെയ്ത് രാമൻ സംസാരം വെടിഞ്ഞു. രാമൻ പോയതോടെ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞു. രാമൻ അയോധ്യ വെടിഞ്ഞു പോയപ്പോൾ വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയ മഹർഷിമാരും അസംഖ്യം അവധൂതന്മാരും ക്ഷത്രിയ ബ്രാഹ്മണ വൈശ്യ ശൂദ്ര സമുദായത്തിൽപ്പെട്ട പൗരന്മാരും രാമനോടൊപ്പം പുറപ്പെട്ടു. തടസ്സം പറഞ്ഞിട്ടും ആരും വകവച്ചില്ല. എല്ലാവരും കൈകൂപ്പി രാമനെ അനുഗമിച്ചു. മരത്തിൽ പക്ഷി ഇരുന്നില്ല, വനത്തിൽ മൃഗങ്ങൾ നിന്നില്ല. ആകാശത്തിൽ ഭൂതപ്രേത പിശാചുക്കൾ പോലും രാമനോടൊപ്പം നീങ്ങി. ബ്രഹ്മാവ് ശ്രീരാമന് പോകാനായി 3 കോടി ദിവ്യരഥങ്ങൾ അയച്ചു. രഥങ്ങൾ ആകാശത്തെ മറച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നിരന്നു നിന്നു. സരയൂ നദിയും ഗംഗയും ഒന്നുചേർന്നൊഴുകി. ഗംഗ പിന്നിട്ട് രാമൻ സരയൂ ജലത്തിലിറങ്ങി. ഹരേ കൃഷ്ണ. മുക്തരായ പൂർവപുരുഷന്മാർ സരയൂ ജലത്തിൽ സാന്നിധ്യം ചെയ്യുന്നു. സരയൂജലം ശക്തമായി പ്രവഹിച്ചു. സ്വർഗലോകത്ത് പെരുമ്പറ മുഴങ്ങി. 3 സഹോദരന്മാരും സരയൂ നദിയിൽ ജീവൻ ത്യജിച്ചു. മനുഷ്യദേഹം വെടിഞ്ഞ് വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ ദർശിച്ചു. ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും 4 പേരും ചേർന്ന് ഒരു ദേഹമായി മാറി. സ്വന്തം ലക്ഷ്മി രൂപം ധരിച്ച് സീതാദേവിയും നാരായണന്റെ കൂടെ നിന്നു. ഹരേ കൃഷ്ണ. വൈകുണ്ഠനാഥൻ ബ്രഹ്മാവിനെ വിളിച്ചു ചോദിച്ചു, എന്നോടൊപ്പം വന്നിട്ടുള്ള ഈ ജീവന്മാരെയൊക്കെ എവിടെ പാർപ്പിക്കും? ബ്രഹ്മാവ് പറഞ്ഞു, കമലലോചന, സന്താന സ്വർഗം എന്നൊരു സ്വർഗം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ആ സ്വർഗത്തിൽ വസിക്കും. രാമായണം കേൾക്കുന്ന ഭക്തന്മാർ, ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സന്താന സ്വർഗം എന്ന സ്വർഗത്തിൽ വസിക്കും. മൃത്യുകാലത്ത് രാമനാമം കേൾക്കുന്നവർ സ്വശരീരം ഉപേക്ഷിച്ചിട്ട് ആ വൈകുണ്ഠ ഭൂമിയിലെത്തും. ചതുർമുഖൻ വീണ്ടും പറഞ്ഞു, നാഥ, അങ്ങയെ കാണുമ്പോഴേ മോക്ഷം കിട്ടുന്നു. വേദം, പുരാണം, മീമാംസ എല്ലാം അവിടുത്തെ മഹിമയാണ്. ആര് അതിൻ്റെ അറ്റം കാണും? എന്നെപ്പോലുള്ള അനന്തകോടി ബ്രഹ്മന്മാർ ഒന്നിച്ചാലും അങ്ങയുടെ അനന്തമഹിമയുടെ അതിര് കണ്ടെത്താൻ കഴിയുകയില്ല. അവിടുത്തെ ഓർക്കുന്നവർക്ക് പുണ്യം വർദ്ധിക്കുന്നു, പാപം നശിക്കുന്നു. 4 വേദങ്ങളും സഹസ്രനാമവും കൊണ്ട് കിട്ടുന്നതിൻ്റെ 100 ഇരട്ടി പുണ്യം രാമജപം കൊണ്ട് കിട്ടും. രാമനാമം ജപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും
സർവപാപങ്ങളും നശിച്ച് വൈകുണ്ഠത്തിൽ എത്തിച്ചേരും. പുത്രഭാഗ്യം കിട്ടാത്തവർക്ക് രാമായണം കേട്ടാൽ പുത്രന്മാർ ജനിക്കും. 7 കാണ്ഡവും കേട്ടാൽ അശ്വമേധം ചെയ്ത ഫലം കിട്ടും. ഈ വിധം ബ്രഹ്മാവ് വൈകുണ്ഠനാഥനോട് പറഞ്ഞു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ശ്രീരാമചന്ദ്രൻ നൽകട്ടെ. ഭഗവാന്റെ അനുഗ്രഹത്താൽ 7 കാണ്ഡങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കർക്കിടകം തുടങ്ങിയപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയതാണ്. കർക്കിടകം തീർന്നപ്പോൾ നമ്മൾ യുദ്ധകാന്ഡം വരെ പറഞ്ഞു തീർത്തു. പിന്നീട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകവും എല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഉത്തരകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചത്. അതും നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ പറഞ്ഞു. ഇനിയും ഇതിനകത്ത് കുറേ ഉപകഥകളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറഞ്ഞത്. അതൊക്കെ ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ ചെറിയ ചെറിയ കഥകളുണ്ട്. ആ കഥകളൊക്കെ പറയാം. നമ്മുടെ ചാനലിൽ 2 പ്ലേലിസ്റ്റുകളാണുള്ളത്. ഒന്ന് രാമായണവും ഒന്ന് ഉത്തരകാണ്ഡവും, അല്ലെങ്കിൽ ഉത്തരരാമായണം, അങ്ങനെ ഇട്ടിരിക്കുന്ന 2 ഫോൾഡർ. ആ 2 ഫോൾഡറിലായിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ ഭാഗങ്ങളും ഇട്ടിട്ടുണ്ട്. കേൾക്കാത്തവർ അത് കേൾക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്തു വെച്ച് കേൾക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.